ഓക്കെ ഗൈസ്, അപ്പോൾ ലൈവ് കൊടുത്തിട്ടുണ്ട്. ലൈവ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മെസ്സേജ് ഒരു ഹായ്ക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആണെങ്കിൽ പറയണം. കാരണം ചെറിയൊരു പണി ചെയ്ത് നോക്കി ചിറ്റിപ്പോയി. അപ്പോൾ തിരിച്ച് പഴവിലാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ 72 പേര് കയറിയിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ അത് വന്നുകൊണ്ടിരിക്കുന്നത് റേത്തൊക്കെ ഉണ്ട്. നമ്മുടെ ജേറ്റർ പിള്ളേർ വന്നുകൊണ്ടിരിക്കുന്നത് പൂപ്പി അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ എലൈറ്റ് പേജസാണ്. മച്ചന്മാരുടെ കട്ടയ്ക്ക് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു മെസ്സേജ് അയക്കുക കാണുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പ്രശ്നമില്ല. ഓക്കെ, നമ്മുടെ ഇവോ TXൻ്റെ പിള്ളേരോട്, TXൻ്റെ എക്സ്റ്ററും പിള്ളേരും മതി. TXൻ്റെ പിള്ളേരോട് ഇരിക്കുന്നുണ്ട് 467K. നൈസ് പേരാണല്ലോ. അതല്ല, റേത്തിൻ്റെ പിള്ളേരുണ്ട്, റേത്തിൻ്റെ റാവൺ പിള്ളേരുണ്ട്. സോ ഗൈസ്, കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഞാൻ ഇത്ര ഡിലേ ആയിപ്പോയി സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു നമ്മുടെ സ്വന്തം മാച്ച്. 6 എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നൈസായിട്ട്. സോ ഗൈസ്, ഇപ്പോൾ പിള്ളേർ നമ്മുടെ പിള്ളേർ സമയത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണുന്നവരൊക്കെ ഒന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടതാണ്. കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾ ടീമിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് വേറെ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്മുടെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വിഗന്തിയിൽ ഗ്ലിച്ച് അടിച്ചിട്ടുള്ള ഒരു ഐറ്റം. സോ ഗൈസ്, കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മെസ്സേജ് ആരും കാണാനില്ലേ? ആരും കാണാനില്ലാന്ന് തോന്നുന്നുണ്ട്. അതേപോലെ വിസിൻ്റെ പിള്ളേരൊക്കെ വിസിൻ്റെ ടോക്സിക് കൂടെ ഒറ്റയ്ക്ക് പെട്ടെടുക്കുന്നുണ്ട്. മറ്റൊക്കെ സ്ലോട്ട് ലിസ്റ്റൊക്കെ നമ്മുടെ പിള്ളേർ ആരൊക്കെ അവിയലായിട്ടുണ്ട്. ഓക്കെ, സ്ലോട്ട് നമ്പർ 1 നമ്മുടെ അവിയൽ ടീമാണ്. സ്ലോട്ട് നമ്പർ 2 EBയുടെ പിള്ളേരാണ്. സ്ലോട്ട് നമ്പർ 3 നമ്മുടെ ഇതേതാണ് FDX പിള്ളേർ സിനിസ്റ്റർ T2D കയ്യിൽ വരുന്നത്, അതും ഒരു അവിയലാന്ന് തോന്നുന്നു. സ്ലോട്ട് നമ്പർ 4 നമ്മുടെ DX പിള്ളേർ, നമ്മുടെ പാർക്കറും പിള്ളേരും 5 നമ്മുടെ 6 ആരൊക്കെ ഉണ്ട്. ഏജൻറ്റ് സോളൊക്കെയാണ്. മോഡക്സിൻ്റെ പിള്ളേർ നമ്മുടെ 7 ടെററിൻ്റെ പിള്ളേരുണ്ട്. ഇൻകനും ലോഡുമാണ്. വോൾഫിൽ അതന്നെ. LNXൻ്റെ ക്ലൗൺ മാത്രമാണ് സ്ലോട്ട് നമ്പർ 9. ഫ്രീ സ്റ്റൈലർ ഗെയിം. ഹൈ ബ്രോ, ഫ്രീ സ്റ്റൈലർ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, EBയുടെ സെക്കൻഡ് സ്ക്വാഡ് നമ്മുടെ ഇവിടെ ഉണ്ട്. റീപ്പറും പിള്ളേർ റേത്തിൻ്റെ പിള്ളേരാണ് സ്ലോട്ട് നമ്പർ 11. ഓക്കെ, ഞാൻ ആരെയും സ്ലോട്ട് സെലക്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ വിമാനം എന്നെ അവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോയിട്ടുണ്ട്. ഓക്കെ, വിസിൻ്റെ പിള്ളേരുണ്ട്. വിസിൻ്റെ പിള്ളേർ നമ്മുടെ 3 പേര് മാത്രമുണ്ട്. ഒരാൾ ചടിപ്പുണ്ട് ഇടയ്ക്കൂടെ. സാറ്ററെ ബോണ്ട് പോയിട്ട് മതി നൈസായിട്ടുണ്ട്. സീയുടെ പിള്ളേരാണ് 14, 15 നമ്മുടെ മൈറ്റിൻ്റെ പിള്ളേരാണ്. 16 SCX ഉണ്ട്. 17 നമ്മുടെ S4 പിള്ളേരുണ്ട്. 19 നമ്മുടെ ഇൻവിക്റ്റിയസ് ആണ്. 20 നമ്മുടെ ADL മാക്കാനും SCXുമാണ്. 21 നമ്മുടെ T2D പിള്ളേരാണ്. അത് ഒരു പ്ലെയർ നൈസായിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ 22 നമ്മുടെ KMC പിള്ളേരൊക്കെ ഉണ്ട്. കമോൺ ലെറ്റ്സ് ഗോ. ഡിമിട്രീസ് ഉണ്ട്. SCX ആണ് ചോദിക്കുന്നത്. ജെസി സെബാസ്റ്റ്യൻ ബ്രോ ഉണ്ടല്ലോ. SCX ഇല്ലേ? ഓക്കെ, SCX ഉണ്ട്. സ്ലോട്ട് നമ്പർ 15 നമ്മുടെ SCX മെർക്കുറിയും വൾക്കനെ മാത്രമുണ്ട്. ബാക്കിയുള്ളവർക്ക് ചാടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പിള്ളേർ ചാടുണ്ട്. ഓക്കെ, ഇവിടെ ആദ്യമേ ചാട്ടുണ്ടായിരുന്നു. EBയുടെ പിള്ളേർ വൈൻഡർക്ക് ചാടുന്നത്. നമ്മുടെ സേറ്റർ പിള്ളേർ നൈസർ ഹോട്ട് സ്പ്രിങ്ങിക്കാണ് പോയത്. താഴെ നമ്മുടെ 467K ആണ്. എങ്ങോട്ട് ടോവാറിലേക്കാണ് പോകുന്നത്. പക്ഷേ എല്ലാവരും സേഫായിട്ട് ഇറങ്ങാനാണ് നോക്കുന്നത്. പക്ഷേ സേഫായി ഇറങ്ങുമ്പോൾ എല്ലാവരും സേഫായിട്ട് ഒരുമിച്ച് ഇറങ്ങുമോ ഇല്ലെന്ന് കണ്ടറിയാം. ഓക്കെ, താഴെ നമ്മുടെ ഓക്കെ വിമാനത്തിൽ ഒരു മൂലക്കിലൂടെ പോയത്. സോ ഗൈസ്, അപ്പുറത്ത് എന്താണുണ്ടാവും. പിന്നെ നമ്മുടെ ചാറ്റും അറിയാലോ, ലൈവും നമ്മുടെ ഒറിജിനൽ ഇൻ ഗെയിം തമ്മിൽ 1 മിനിറ്റ് ഡിലേ ഉണ്ട്. 1 മിനിറ്റിൽ അതിൽ കൂടുതലുണ്ട്. പക്ഷേ അതുകൊണ്ട് ചാറ്റ് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ സ്ട്രീമിങ്ങിൽ നമ്മുടെ ആദ്യത്തെ കിൽ ഫീഡ് ആര് കൊണ്ടുവരും? റേത്തിൻ്റെ പിള്ളേരും ടെറിൻ്റെ പിള്ളേരും കൂടി ഒരുമിച്ചിറങ്ങി എടി കൂടോ ഇല്ലെന്ന് കണ്ടറിയുന്നത്. ഇവിടെ എവിടെ കയറി ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഇവിടെയും പ്രശ്നമില്ല. റേത്തിൻ്റെ അവിടെ പ്രശ്നമില്ല. നമ്മുടെ റേത്തിൻ്റെ അവിടെയും നമ്മുടെ ടെറിൻ്റെ അവിടെയും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ താഴെ കയറി നമ്മുടെ KMC ബൊട്ടാറ്റും പിള്ളേർ ഒരുമിച്ചാണ്. പറഞ്ഞില്ല മോനെ, KMC ബൊട്ടാറ്റിന് അടുത്ത് അടിച്ചിരുന്ന ഒരു കാഴ്ച. നമ്മുടെ ആരും T2D സിനിസ്റ്റർ ആണോ? അല്ല, SCX ആണ്. SCX നെക്കിൻഡ്രോ മോനെ അടുത്തടി പിസ്റ്റൾ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച. പിസ്റ്റൾ മോനെ, പക്ഷേ പിസ്റ്റൾ അടിക്കുമ്പോൾ റീലോഡ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ മോനെ കൗബോയ് ജൂനിയർ നല്ലൊരു ഇലക്കിലൊക്കെ നിർക്കാഴ്ച. കൗബോയ് ജൂനിയർ മോനെ റിച്ച്മോണ്ടും പിള്ളേരോട് സൈക്കോ വീണ്ടും റിച്ച്മോണ്ട് കൗബോയ് മോനെ റെവ് എടുക്കുന്ന ADL മാക്കാൻ വരുന്നു. ADL മാക്കാൻ ഒറ്റയ്ക്കായിരുന്നു. ADL മാക്കാൻ അപ്പം തന്നെ അടിച്ച് വിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു യുദ്ധം ഒരു നൽകി കഴിഞ്ഞിട്ട്. പക്ഷേ സീറ്റിലുള്ളവരുണ്ട് ബോണ്ട് പോയിട്ട്. ഒക്കെ നമ്മുടെ അവിയൽ സ്ക്വാഡ് കൂടെ എന്തുണ്ടാക്കുമെന്ന് കണ്ടറിയാം. ഇവർക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റും. അതേ ഒരു സ്ക്വാഡിനെ മൊത്തത്തിൽ തീർക്കാൻ പറ്റില്ല കണ്ടറിയാം. മുകളിൽ KMC ഉള്ളവർ കട്ടയ്ക്ക് ലിറ്റാണ്. ഇനി താഴേക്ക് വരാണെങ്കിൽ മോനെ മുകളിൽ എന്താണ് പോർട്ടിൻ്റെ അവിടെ ഫുള്ള് സ്ക്വാഡ് ബഹളമാണ്. പോർട്ടിൻ്റെ അവിടെ താഴെ മൈറ്റിൻ്റെ അവിടെ LNXൻ്റെ പിള്ളേരാണ്. LNXൻ്റെ ഒരു പിള്ളേർ ക്ലൗൺ മാത്രമാണ്. ക്ലൗണിന് എന്തെങ്കിലും പിള്ളേർ കയറി മെയിൻ വിടുന്ന കാര്യം നിശംശയം പറയും. അല്ലെങ്കിൽ ക്ലൗണിൻ്റെ ഒരു OP ക്ലിച്ച് നമുക്ക് കാണേണ്ടി വരും. കാണാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതേ ക്ലൗണോടെ കട്ടയ്ക്ക് മോനെ ക്ലൗൺ ഒളിച്ചിരുന്ന ക്ലൗണിനെ നമ്മുടെ മൈറ്റ് സ്പൈഡറാണ് നൈസായിട്ട് സൈഡ് കൊണ്ട് തടിച്ചു. സോ ഗൈസ്, അത് ക്ലൗണിൻ്റെ OP ക്ലച്ച് കാണാൻ പറ്റില്ല. പകരം ക്ലൗണിൻ്റെ ക്ലച്ച് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ താഴേക്ക് പോകാം. മാൻ്റെ പിള്ളേരോടുണ്ട്. മാൻ്റെ പിള്ളേരും തൊട്ട് താഴെ നമ്മുടെ T2D പിള്ളേരാണ്. അതേ T2D ഉണ്ട്. അതുപോലെ തൊട്ടപ്പുറത്ത് 24 നമ്പർ സ്ലോട്ട് നമ്പർ 2 മാൻ്റെ ജോക്കറാണ്. EB എവിടെയായിട്ട് റെഡി ഉണ്ടാക്കുന്നുണ്ട്. EBയുടെ പിള്ളേരാണ്. അത് എവിടെയുള്ള EB ആണെന്ന് കണ്ടറിയണം. ഓക്കെ, താഴെയല്ല
ഓക്കെ, അടുത്ത ഇ ബിയുടെ നമ്മുടെ സിനിസ്റ്ററും പിള്ളേരുമായിട്ട് ചെറുതായിട്ട് നടത്തുന്നുണ്ട്. അത് സൈറസ് ഇ ബി ഡെലസ്റ്റൊക്കെ അടിക്കുന്നു. ഇനി കുമ്പനും നമ്മുടെ മിസ്റ്ററാണ് കുറുമ്പനാണ്. ഓക്കെ, കുമ്പനല്ല കുറുമ്പനാണ്. കുറുമ്പൻ പിള്ളേർ വരുന്നു. കുറുമ്പൻ അതൊരു നേട് കൊടുക്കുന്നു. കുറുമ്പൻ ആ നേടിൽ കുറുമ്പനാൾ കുറുമ്പനല്ല കുറുമ്പൻ. അപ്പോൾ തന്നെ അത് നമ്മുടെ വരുന്ന സെൽട്രോൺ വരുന്നു. സീട്രോൺ മോനെ തീർന്നു. പക്ഷേ നമ്മുടെ അടുത്തിടെ വരുന്ന മിസ്റ്റർ ആഷിഫിനാണ്. ആഷിഫ് നല്ലതാണ്. പക്ഷേ ആഷിഫിന് പിന്നിൽ കൂടെ വന്നടിക്കാൻ വേണ്ടി നമ്മുടെ പിള്ളേർ കയറുന്നുണ്ട്. പക്ഷേ മുകളിൽ സിനിസ്റ്റർ ഉണ്ട്. സിനിസ്റ്റർ എന്ത് ചെയ്യുന്നു കാണാം. സിനിസ്റ്റർ അവിടെ കട്ടായി ഫുൾ ഹെൽത്താണ്. സിനിസ്റ്റർ നല്ലൊരു പൊസിഷനാണ്, കയറി അടിക്കാൻ പറ്റിയ പൊസിഷനാണ്. പക്ഷേ പൂപ്പിയറിനായിട്ട് നമ്മുടെ കൗബോയ് ജൂനിയറിട്ട് അടിക്കുന്നത്. അവയിൽ സ്കോഡ് മോനെ അടുത്തടി ഈ ബിയുടെ പ്ലേയേഴ്സ് അത് അടുത്ത് നോക്കിട്ടിരുന്നു. നമ്മുടെ സിനിസ്റ്റർ എന്ത് പറ്റിയെന്നല്ല, സിനിസ്റ്ററിന് സുഖമായിട്ട് അടിക്കാൻ നോക്കി. പക്ഷേ സിനിസ്റ്റർ പൊസിഷൻ റിവീൽ ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടായിരിക്കും സിനിസ്റ്റർ മതി അടിക്കുന്നത്. സിനിസ്റ്ററിനെ സ്പോട്ട് ചെയ്തു. നൈസ്. അതെ, പിന്നെ കിട്ടുന്ന അങ്ങനെ സിനിസ്റ്ററിന് അടിക്കുന്നു. നമുക്ക് മുകളിൽ നമ്മുടെ KMC പിള്ളേർ അവിടെ നിന്ന് ഓക്കെ KMC പിള്ളേർ അവിടെ ചെറിയ അവയിൽ സ്കോഡും KMC പിള്ളേരും ചെറുതായിട്ട് അടിയുണ്ടായിരുന്നു. നോക്കി ഗൈസ്. ഓക്കെ, അതെ നമ്മുടെ KMC പിള്ളേരോട് അവയിൽ സ്ക്വാഡിനെ അടിച്ച് തീർത്തിട്ടുണ്ട്. സോ ഗൈസ് അത് അവിടുത്തെ കാര്യം തീർന്നുണ്ട്. സ്പെക്ക് 25 നമ്മുടെ മാൻ്റെ പിള്ളേരാണുള്ള സ്പെക്കിൽ 25 എന്ന് പറയുമ്പോൾ ഉള്ളത് ഓക്കെ ഫ്രെഡിയും പിള്ളേരുമാണ്. ഫ്രെഡിയും മാൻ്റെ ജോക്കറും പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേരോട് പെർ പേഴ്സണൽ ഡിമിട്രീസ് ആണ്. ഓക്കെ മാൻ്റെ പിള്ളേർ തൊട്ടപ്പുറത്ത് നമ്മുടെ മാൻ്റെ 2 സ്ക്വാഡും ഒരുമിച്ചാണ് ഇറങ്ങിയത്. മച്ചന്മാരിന് മുഖത്തോട്ട് മുഖം നോക്കിയിരിക്കലായിരിക്കും മിക്കവാറും പരിപാടി. നമുക്ക് മുകളിൽ പോകാം. മുകളിൽ എന്തെങ്കിലും കുറേ അടികൾ കാണുന്നുണ്ട്. S4ൻ്റെ ഒക്കെ അടുത്ത് T2 ഇവിടുത്തെ പോകാം. ഓക്കെ T2 പിള്ളേരും കൂടി കട്ടയ്ക്കകത്ത് ഇവിടെ 3 സ്ക്വാഡ് ഒരുമിച്ച് അവിയൽ വരുവാണ്. സാൻഡ്വിച്ച് ഒന്നല്ല, ഇത് കൂടിയൊരു ഐറ്റമാണ്. പക്ഷേ ഫൈറ്റുകൾ കാരണം എല്ലാവരും പല വീട്ടിലാണ്. എന്തായാലും ദൂരെ പക്ഷേ ഇവിടെ നോക്കാം. S4ൻ്റെ പിള്ളേർ എഴുതി നമ്മുടെ വേറെ പിള്ളേർ വരുന്നുണ്ട്. ആരാണ് S4ൻ്റെ തൊട്ടടുത്തിട്ട്? ഓക്കെ നമ്മുടെ പാർക്കറും പിള്ളേരുമാണ്. നമ്മുടെ S4ൻ്റെ ഒരു പ്ലെയർ മാത്രമേ മാഡ്ജോ മാത്രമുണ്ട്. മാഡ്ജോ സോളാണോ ഗ്രൗണ്ടിൽ? മാഡ്ജോ ഓക്കെ മാഡ്ജോ മാക്സോപ്പി ഉണ്ട്. ഓക്കെ മാക്സോപ്പി ഇവിടെ ഉണ്ട്. മാഡ്ജോ ഉണ്ട്. പക്ഷേ പിള്ളേർ നമ്മുടെ പാർക്കർ കറങ്ങി പോകുന്നുണ്ട്. കറങ്ങി പോകുന്ന പാർക്കറിനിട്ട് അടിക്കുന്നു. ചെറിയൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ എന്തും ഉണ്ടാകാം. അതെ, നോക്കുകൾ വീഴുന്നുണ്ട്. നോക്കുകൾ മാത്രം വീഴുന്നു. മൈറ്റിൻ്റെ ട്രൈസണും പിള്ളേർ മതി കയറുന്നുണ്ട്. പക്ഷേ ഇൻവിക്റ്റീസ് അവിടെ ഉണ്ട്. കാസ്ട്രോ കാസ്ട്രോയും മസൂദും പിള്ളേരും ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്, ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ താഴെ നമ്മുടെ സീര പിള്ളേർ കടലിലാണ് വണ്ടിയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അത് എങ്ങോട്ടെങ്കിലും പോകാനുള്ളത് ഇവിടെ മടുത്തെന്ന് തോന്നുന്നുണ്ട് കടലിൻ്റെ അവിടെ. വേറെ പ്രശ്നമൊന്നുമില്ല. കമൻട്രി വിഷയം എന്ന് പറയുന്നത് ഫ്രീ സ്റ്റൈലർ താങ്ക് യു ബ്രോ. നമുക്ക് കമൻട്രി മുഖ്യം ബിഗിലേ എന്നൊക്കെ പറയുന്ന പോലെയാണ്. പക്ഷേ നമ്മുടെ S4ൻ്റെ എഴുതി നമ്മുടെ തരുണും ഷമ്മിയും കൂടി ഓടി വരുന്നുണ്ട്. അതേ പണി മേടിക്കേണ്ട, ഞങ്ങളും കൂടി വന്നിട്ട് ഒരുമിച്ച് പണിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ മോളിയൊക്കെ എടുത്തിരുന്നുണ്ട്. മോനൊരു നേട് മോളികളെല്ലാം വാരി എറിയുന്നു. ബാർബിക്ക് അടിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ചെയിൻ സ്പൈഡർ എന്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ താഴെ വണ്ടികൾ വരുന്നുണ്ട്. മൈറ്റിൻ്റെ വണ്ടി വരുന്നുണ്ട്. ഇൻവിക്റ്റീസ് ഒക്കെ അവിടെ കറങ്ങി നടക്കുന്നുണ്ട് ചുറ്റും. മാഡ്ജോൻ്റെ അടുത്ത് ഈ പിള്ളേർ S4ൻ്റെ പിള്ളേർ ഓടി വരുന്നുള്ളൂ. പക്ഷേ ഇടയിൽ മൈറ്റ് പോളിന് നമ്മുടെ S4ൻ്റെ പിള്ളേർ ചെറുതായി ഒന്ന് അടിക്കുകയിൽ നിൽക്കേണ്ടത് മതി. മൈറ്റ് പോളോട് ഒറ്റപ്പെട്ട് പോയിട്ടുണ്ട്. എന്തൊരു ഓക്കെ മോഡക്സ് നമ്മുടെ പണി പറയുന്നുണ്ട്. മോട്ടക്സ് എവിടെയാണ്? മോഡക്സ് വിസിങ് മോഡക്സ് എവിടെയാണ്? ഓക്കെ നമ്മുടെ മോഡക്സ് എവിടെയാണ്? ഓക്കെ മോഡക്സ് പിള്ളേരോട് ചെറുതായിട്ട് വിസിൻ്റെ പിള്ളേരോട് മോഡക്സ് പിള്ളേരും അടിയാണ്. ചാട്ടി മേഞ്ഞടിക്കുന്നു. അപ്പം ഒരു നോക്കിടുന്നു. പക്ഷേ അവിടെ നമ്മുടെ SCS പിള്ളേരുണ്ട്. വൾക്കനും പിള്ളേരുണ്ട്. വൾക്കനോട് മോനെ അടിച്ച് നോക്കെന്തെങ്കിലും കൺഫേം നീ അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദിൽവാലെ കുച്ചിനെ ഹേക്ക് അതേ S4 പണിയിറങ്ങും. സിയോക്ക് മോഡക്സ് അവിടെ അടിക്കുന്നുണ്ട്. അതിവിടെ അവർ അടിക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം SCX വൾക്കനാണ്. വൾക്കൻ വരുന്നു. മോനെ വൾക്കൻ അടിച്ചുകൊണ്ട് വരുന്നു. പക്ഷേ റീലോടാകുമ്പോൾ മോനെ വൾക്കം പോലും പ്രതീക്ഷിക്കാതിരിക്കില്ലാണ് ഇടുന്നത്. വൾക്കം പോലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ സിയോക്കിനെ എടുക്കാൻ അവിടെ ചെറിയ അടി എടുക്കുന്നുണ്ട്. സീര പിള്ളേർ മോഡക്സിന് പേരും ജവാൻ ഇവിടെ ഉണ്ട്. ജവാൻ അത് വരുന്നുണ്ട്. ജവാൻ ഓക്കെ ജവാൻ മാത്രമുള്ളൂ ഇനി അവിടെ. പക്ഷേ സീൽ ആരെങ്കിലും വെച്ചാൽ സീൽ ഒരു പ്ലെയർ മാത്രമാണ്. സീര പ്ലെയേഴ്സ് അതോടി പോകുന്നു. പിന്നെയും മോനെ അത് റീലോഡ് ആയിരിക്കുന്നു. മോനെ കയറി അടിച്ചു. അത് നൈസായിട്ട് റീലോഡ് ചെയ്ത് അവസാനത്തെ പ്ലെയറായിരുന്നു. സോ മോഡക്സ് ജവാനും പ്ലേസും മാത്രമാണ് അവിടെ നൈസായിട്ട് അടിയിരുന്നത്. ഓക്കെ S4 പിള്ളേർ അവിടെ നൈസായിട്ട് നമ്മുടെ ചെയിൻ സ്പൈഡറിനും അടിച്ചു. ഓക്കെ അവിടെയും കളിയായിരുന്നു. അതെ ആഷിഫ് TS റാൻഡം സ്ക്വാഡ് നൈസ് കമൻട്രി താങ്ക് യു ബ്രോ. സ്പെക്ക് 13 എന്ന് പറയുന്നത് നമ്മുടെ അനദൃഷ്ണൻ സ്പെക്ക് 13 നൽകുന്നുണ്ട്. രോഗ ടെറിൻ്റെ ഉള്ളവരോട് അടി തുടങ്ങിയിട്ട് ഗൈസ്. ടെറിൻ്റെ ഉള്ള റേറ്റിനുള്ളവർ മതി ചുമ്മാ ഒന്നും കോർത്തുണ്ട്. ടെറിൻ്റെ ഉള്ളവർ മാനെ ടെർ ലയൺ അപ്പം അടി തീർത്തുണ്ട്. ഇനി താഴെ ടെർ ലയൺ അല്ലല്ലോ ഇവിടെ ഒരു പ്ലെയർ തീർന്നുണ്ട്. ടെറിൻ്റെ പിള്ളേർ അതാണ് നമ്മുടെ ലയണും ലോഡുമാണ്. ലയണും ലോഡിന് എന്തെങ്കിലും കാണിക്കാം. പക്ഷേ നമ്മുടെ സ്പെയർ ഇവിടെ 3 അല്ല 4 vs 2 സിറ്റുവേഷനാണ്. പിള്ളേരുടെ സൈഡിലൂടെ നമ്മുടെ രാവം വരുന്നുണ്ട്. രാവണോട് മോൻ രാവം കാണുന്ന ലോഡിനെ കണ്ടത് അടിച്ച് തീർക്കുന്നു. ഇനി ലയണുണ്ട്. ലയണിന് ഒറ്റയ്ക്ക് എന്തെങ്കിലും ലയൺ മോനെ ലോഡിനപ്പം തന്നെ അടിച്ച് നോക്കാതെ തീർക്കുക എന്നുള്ളൊരു മോട്ടോ ആണെന്ന് തോന്നുന്നു. പിള്ളേർ അവൻ അടി കിട്ടുന്നു. അവിടെ വിളിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ സ്വന്തം ടെർലൈണ് പിള്ളേർ കയറി മേഞ്ഞാൽ ടെർലൈൺ ഒറ്റയ്ക്ക് നീ എന്ത് അത് മോളി എടുത്ത് വഴി ബ്ലോക്ക് ചെയ്യുന്നൊരു കാഴ്ച നിന്ന് കത്തി നീയൊന്നും വരണ്ടെന്ന് പറയും. പക്ഷേ പിള്ളേർ ഇവിടെ തിരിച്ചൊരു നെയ്ഡ് ഇടാൻ ചാൻസ് ഉണ്ട്. അത് ബാൻഡേജാണ്. ബാൻഡേജ് മാത്രമുള്ള മച്ചാൻ്റെ അത് ഇവിടെ പിള്ളേർ നെയ്ഡ് മോനെ അടുത്ത റൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ് ഒരു നെയ്ഡ് എറിയുന്നു. കുക്ക് ചെയ്തൊരു നെയ്ഡാണ്. 2 നെയ്ഡ് പോകുന്നു. ആ 2 നെയ്ഡ് നമ്മുടെ ലൈൻ്റെ കാര്യം അവിടെ തീരുന്നു. സോ ലൈൻ തീരുന്നു. നമുക്ക് മാൻ്റെ എടുത്തോ. മാൻ്റെ സോമൻ്റെയും പിള്ളേർ അവിടെ ചെറിയൊരു അടിയിലാണ്. ഒളിച്ചുകളിയാണ്. T2 ഒരു സൈഡിൽ ഒളിച്ചൊളിക്കുന്നത്. നമ്മുടെ മാൻ്റെ പിള്ളേർ ഒരു സൈഡ്. മാൻ്റെ 2 പേരും ഒരു സൈഡ്. പിന്നെ നോയ്സി പോയി പിള്ളേർ നൈസായിട്ട് ഫ്ലാങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. സ്ലോട്ട് നമ്പർ 13 ആരാണ്?
സ്ലോട്ട് നമ്പർ 13 ബ്രോ. തീർന്നാണ് കയറിയിട്ടുണ്ടെന്ന് അറിയില്ല. ഓക്കെ, ടീം വിസ്സാണ്. വിസ്സിന് നേരത്തെ പിള്ളേർ നമ്മുടെ ചാടി കയറി അടിച്ചിട്ട് നമ്മുടെ SCX ഉള്ളവരാണ്. SCX ബ്രൂട്ടൻ നോ PDPI. താങ്ക് യു ബ്രോ. ഓക്കെ, നമ്മുടെ വിസ്സിനുള്ളവർ നേരത്തെ SCX ചാടി കയറി വന്ന് അടിച്ചിട്ട് ടോക്സിൻ വൈറ്റ് ഇവിടെ ചുമ്മാ കറങ്ങി നടക്കുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മച്ചനോട് ഒരു ഫ്ലാങ്ക് ഒക്കെ അടിക്കണം. വീടിൻ്റെ മുകളിൽ കയറി വീടിൻ്റെ മുകളിൽ കയറി അടിക്കുന്ന ശ്രമമാണ്. പക്ഷേ പിള്ളേർ കയറി മേഞ്ഞിരേണ്ടത് അവിടെ കയറി പോകും. നമ്മുടെ മാൻ്റെ ജോക്കറിൻ്റെ ഓയിലൊക്കെയാണ്. ജോക്കർ അവിടെ അറിയുന്നില്ല. ജോക്കർ കണ്ടോ അറിയില്ല. ഓക്കെ, ജോക്കർ കണ്ടു. ടോക്സിൻ വൈറ്റിന് നൈസർ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഡീമൺ കിട്ട് പോകുന്നു. ഡീമൺ കിട്ടിൻ്റെ അടുത്തും ഡീമൺ കിട്ടിന് മനസ്സിലായിട്ടുണ്ട് അവിടെ ഒരു പണി വരുന്നുണ്ടെന്ന്. പക്ഷേ ടോക്സിൻ ഒരു നേടിയെടുത്തെറിയോ ഇല്ലയോ? ഒരു നേടിയെടുത്തെറിയടാ. ഗുഡ്. ഓക്കെ, വേറെ മെസ്സേജ് ഒന്നും ഇല്ലല്ലോ. സോ ഗൈസ്, കാണുന്നുണ്ട് നിങ്ങളുടെ ടീമിന് ഇൻവിക്റ്റിയസ് അവിടെ ഉണ്ട്. ഇൻവിക്റ്റിയസിൻ്റെ അടുത്ത് പോകുന്ന ടീം ഇൻവിക്റ്റിയസ് പറയുന്നുണ്ട്. പക്ഷേ ഇൻവിക്റ്റിയസ് അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവർ മോഡക്സും പിള്ളേരും കയറി ചെറുതായിട്ട് നിർത്താൻ ചാൻസ്. താഴെ നമ്മുടെ മൈറ്റിന് പിള്ളേർ മെസ്സോറിന് പിള്ളേരും ചെറുതായിട്ടൊരു ഇടി നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു അടി അവിടെയും കാണാൻ പറ്റും. കാരണം ബാക്കി മിഡിൽ മൈറ്റ് പോകാതെ ജീവനും കൊണ്ട് നമ്മുടെ മൈറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ എസ്വറിന് പിള്ളേർ വിടാതെ പിടിക്കുകയാണ്. ഇൻവിക്റ്റിയസ് പിള്ളേരുടെ മോനെ ഒരു അടി, ഒരു ഗൺഷോട്ടല്ലേ അവിടെ കേട്ടോ. അതെ, ഗൺഷോട്ട് കേട്ടിട്ടുണ്ട് അവിടെയോ. പക്ഷേ ആ പ്രശ്നം നമ്മുടെ ഇൻവിക്റ്റീസിനുള്ള മോനെ വണ്ടിയൊക്കെ എടുത്ത് ഒരു ബൈക്കൊക്കെ എടുത്ത് വരുന്നത്. അതെ, കിഷോറും കാസ്ട്രോ ആണ്. രണ്ടുപേരും കൂടി പാട്ടൊക്കെ പാടിയാണ്. അത് ഈ പാട്ടൊക്കെ പാടി മോനെ നമ്മുടെ സ്വന്തം ടാറിട്ട റോഡിലൂടെ മൊബൈലും സ്നോ മൊബൈലും കൊണ്ടുപോകുന്നുണ്ട്. സ്നോ മൊബൈലും ടാറിട്ട റോഡും തമ്മിൽ എങ്ങനെ ഉറക്കാമെന്ന് എനിക്ക് ഇതുവരെയായിട്ട് അറിയിട്ടില്ല. സ്നോ മൊബൈൽ പോവോ? ടാറിട്ട റോഡിൽ മഞ്ഞിക്കൊണ്ടല്ലേ പോവുള്ളൂ ശരിക്കും. ഗൈസ്, അവിടെയും വേറെ പ്രശ്നമില്ല. അവിടെ മോനെ കിളിവാതിലിരിക്കുകയാണ്. മച്ചൻ കിളിവാതിലൊക്കെ ഇരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. സോമൻ്റെ അത് റൂഫിൽ കയറാനുള്ള ശ്രമമാണ് സോമൻ. പക്ഷെ പിന്നിലും പിള്ളേർ കറങ്ങി പോകുന്നുണ്ട്. വേറെ പ്രശ്നമില്ല. ഇവിടെ മഴ പെയ്യുന്നുണ്ടെന്നൊരു സംശയം. മഴ പെയ്യുണ്ടെന്ന് തോന്നുന്നുണ്ട്. വെള്ളമൊക്കെ വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു പണി എനിക്ക് പ്രതീക്ഷിക്കും. ഈ ഒരു റൂമിനല്ല, വേറെ അടുത്ത റൂമിനാണ്. പിന്നെ ഇൻവിക്റ്റിയസ് ബ്രോ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ റൂമും ഇതൊക്കെ 1 മിനിറ്റ് ഡിലേ ആണ്. മോനെ നെയ്ഡ് നമ്മുടെ സിനിസ്റ്ററാണോ അല്ല വേൾഡ് മോട്ടാണ്. വേൾഡ് മോട്ട് ചെറിയൊരു നെയ്ഡൊക്കെ എടുത്തിട്ട് പക്ഷേ നമ്മുടെ ഓടി വരുന്നു. ടോക്സിൻ അവിടെ ചെറുതായി ഡുസിക്കിട്ട് അടിക്കുന്നുണ്ട്. അത് അവിടെ ചെറിയ മോളിയൊക്കെ എടുത്തിട്ടുണ്ട്. മാൻ ജോക്കറും ഡീമൺ ഗിഡ് നൈസായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഡീമൺ ഗിഡ് ഓടിപ്പോകുന്നുണ്ട്. ഡീമൺ ഗിഡിന് അടിക്കും. ഡീമൺ ഗിഡ് ഓടിപ്പോകുന്നത് കണ്ടില്ല. ഓക്കെ, ടോക്സിൻ വൈറ്റ് ചെറിയൊരു ഗ്യാപ്പ് എടുക്കുന്നതാണ്. അവിടെ നിന്ന് അടുത്തടിക്കുന്നത് ആരാണ്? നമ്മുടെ മാൻ്റെ ഉള്ളവരാണ്. അല്ല മോനെ വേൾഡ് മോട്ട്. പക്ഷെ നമ്മുടെ ചെറിയൊരു പണിപ്പാളി ഇൻവിക്റ്റീസ് പോകുമ്പോൾ മൈറ്റിനുള്ളവർ നല്ല രീതിയിൽ ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. താഴെ അത് ഇൻവിക്റ്റീസിലാണ് പോകുന്നത്. ഇൻവിക്റ്റീസിൻ്റെ ഉള്ളവർ ബൈക്കിൽ പോകുമ്പോൾ മൈറ്റിനുള്ളവർ ടാഗ് കൊടുക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് മോനെ നമ്മുടെ ട്രൈസ് നമ്മുടെ നോയ്സ് പോയി അവിടെ ലോങ് റേഞ്ചിൽ കിടക്കാച്ച് സ്പ്രേയിൽ പിടിച്ചിട്ടുണ്ട്. അതേ എന്തായാലും മാൻ്റെ പിള്ളേർ കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ തട്ടുന്നൊരു സ്വഭാവമാണ് നമ്മുടെ നോയ്സ് പോയി. അതെ, അവിടെ ഒരാൾ ഇവിടെ ആരും കിട്ടില്ല. അപ്പോൾ അതായിരുന്നു നമ്മുടെ മൈറ്റിൻ്റെ പോൾ അവിടെ നടന്നു. മൈറ്റിൻ്റെ പോളല്ല, മൈറ്റിൻ്റെ ട്രൈസിനായിരുന്നു. ട്രൈസിനവിടെ പ്ലീസ് സജസ്റ്റ് യുവർ വാട്സാപ്പ് ഗ്രൂപ്പ് ഡിമിട്രീസ് ഗെയിമിംഗ് ഉണ്ട്. മച്ചാനാണ് ഇതിൻ്റെ അഡ്മിൻ. ഞാൻ ജസ്റ്റ് സ്ട്രീമറാണ് ഇതിൽ. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഡിമിട്രീസിൻ്റെ നമ്പർ അതിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ലിങ്ക് ഇട്ടേക്കാം അതിനകത്ത്. അപ്പോൾ വേറെ പ്രശ്നമില്ല. ഓക്കെ, നമ്മുടെ മാൻ്റെ ഉള്ളിലൂടെ ഓടിച്ചോടി നടക്കുന്നുണ്ട്. വേറെ പ്രശ്നമില്ല. മോനോട് മൈറ്റിനുള്ള മോഡക്സിനുള്ള താഴ്കൊണ്ട് മോഡക്സിൻ്റെ ഉള്ളിൽ കിട്ടടിക്കുന്നുണ്ട്. ജവാന് നല്ല രീതിയിൽ ഇടുന്നുണ്ട്. ജവാൻ കട്ടപ്പണിയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ മൈറ്റിൻ്റെ പിള്ളേരുടെ മോനെ ട്രൈസിനൂടെ ഇവിടെ തൊട്ടപ്പുറത്ത് ആരിട്ടിരിക്കുന്നു. ഓക്കെ, നമ്മുടെ നെബിൽ അത് മോഡക്സ് ജവാൻ ഇട്ടിരിക്കുന്നു. അത് മൈറ്റ് പോളുണ്ട്. മൈറ്റ് പോൾ അവിടേക്ക് ഒരു നെയ്ഡ് ഇട്ട് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. അത് ഷിഫ്റ്റ് ചെയ്യേ ബ്രോ ലീറ്റ്. അതൊരു നെയ്ഡ് പറഞ്ഞ പോലെ ഒരു നെയ്ഡ് കൊടുക്കുന്നു. മോളിയും നെയ്ഡുകളും വരുന്നുണ്ട്. ചന്നമ്മന് തിരിച്ചും അതുപോലെ വരുന്നു. അതൊരു മോളിട്ട് കൊടുക്കുന്ന ഒരു നെയ്ഡ്. മോനെ നെയ്ഡ് വന്നു. മോഡക്സ് പ്ലേസ് നിന്നടിക്കുന്ന ഒരു കാഴ്ചയാണ്. മോഡക്സ് പ്ലേസിന് ചെറിയൊരു ഹെൽത്ത് ഉണ്ട്. പിള്ളേർ ചുറ്റും അത് മോളികൾ വാരി എന്ന് വെച്ചാൽ പോളിന് നല്ലൊരു ഹെഡ് പോളി അടിക്കുന്നു. പക്ഷേ പിള്ളേർ നല്ല ബ്ലേസ് നിന്ന് ജീവനും കൊണ്ട് ഓടുന്ന ഒരു കാഴ്ചയാണ്. അവിടെ പക്ഷേ ജവാനുണ്ട്. ജവാൻ്റെ റവ് എടുക്കാനാണ് വന്നിട്ട്. ജവാനെ മോനെ മൈൻ്റെ പോൾ മോളിലൂടെ വരുന്നുണ്ട്. പോൾ താഴെയാണ്. താഴേക്ക് വരും. അവിടെ ഒരു താഴെ നമ്മുടെ നെബിൽ നല്ലൊരു വ്യൂ കിട്ടും. നെബിൽ കാണുന്നില്ല. പക്ഷേ തൊട്ടവർക്ക് ഒക്കെ റേറ്റിനുള്ളവരും ഈവിനുള്ളവരും അവർ സീറ്റുണ്ട്. അതേവിടെ നോക്കി നമ്മൾ ഡ്രോപ്പ് എടുക്കാൻ പോയതാണ്. ഡ്രോപ്പിൻ്റെ അവിടെ ചെറിയൊരു ഇടിയാണ്. മോനെ വണ്ടി അടിച്ച് ഓടിക്കുന്ന ഒരു കാഴ്ച. വണ്ടി എടുത്ത് അവിടേക്കൊന്ന് പോകാം. മറ്റേ റേറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇവിടെ വണ്ടി കടിച്ചു പിടിച്ചിട്ട് ആരൊക്കെ വണ്ടിയൊക്കെ ഉണ്ട്. ഓക്കെ, റേറ്റിൻ്റെ ഉള്ളിലാണ് മോനെ. ഇനി രാവണൻ മാത്രമുണ്ട്. മൈറ്റിൻ്റെ നെബിലെ പിന്നെ പഠിക്കുന്ന ജവൻ. അതേ നെബിലിനെ അപ്പം തീർക്കുന്നുണ്ട്. ഇവിടെയും ഒരു അടിയാണ്. അത് രാവണൻ തലപോക്കുന്ന രാവണൻ എങ്ങോട്ടോ പോകുന്നുണ്ട്. സൈറസ് EB ഉണ്ട്. ഇവിടെ ഈബിലുള്ള റേറ്റിനുള്ള ചെറിയൊരു അടിയുണ്ട്. മോനെ അടുത്തടി ആരോനും തീർത്തു. ഇനി റേറ്റിൻ്റെ രാവണൻ ടോക്സിൻ വൈറ്റ് D2 S4 തരുമ്പോൾ S4 പിള്ളേർ എവിടെ തല്ലൂടി. ഓക്കെ, S4 പിള്ളേർ മുകളിലാണ് അവിടെ. ഓക്കെ, അടുത്തടി രാവണൻ കിടന്നടിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഈബിലുള്ള കയറി മേഞ്ഞിടുന്നു. നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ D2 പിള്ളേർ നമ്മുടെ S4 പിള്ളേരും ബ്ലേസിൻ്റെ പേരും എല്ലാം കട്ടയ്ക്ക് നല്ല രീതിയിൽ അടിക്കുകയാണ്. അടിയാണ്. താഴെ പോകാം. താഴെ മോനെ ഒരു സ്മോക്ക് കയറിയുന്നുണ്ട്. നമ്മുടെ പ്ലേയേഴ്സ് വീണിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, മൈറ്റിൻ്റെ പിള്ളേർ ആരും വേണ്ടിയില്ല. അത് നെബിലിനെ തീർത്തിട്ടുണ്ട്. പക്ഷേ വേറെ കുഴപ്പമില്ല. ബാക്കിയുള്ള എല്ലാവരും മോഡക്സിൻ്റെ പിള്ളേർ മൊത്തമല്ല രണ്ടുപേരെ തീർത്തു. രണ്ടുപേരും ഇങ്ങ് ദൂരെയാണ്. കാസ്ട്രോയും നമ്മുടെ ഈ സ്വന്തം ഇത് ഇൻവിക്റ്റീസ് കാസ്ട്രോ. ഓക്കെ, മോഡക്സിൻ്റെ പിള്ളേർക്ക് തീർന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ T2 മാൻ്റെ പിള്ളേർ കുറേ നേരം ഇവിടെ ഒരു
കൂട്ടപ്പെടലിന് സമയമുണ്ട്. കാരണം ഓക്കെ എടുത്തിട്ട് മാൻ സോമൻ ഡീമൺ കിഡിന് അടിച്ചിടുന്നത് ഡീമൺ കിഡ് വീട്ടിൽ സോണം കിട്ടില്ല. മോനെ ഡീമൺ കിഡ് അങ്ങനെ മാൻ സോമൻ അടിച്ചാൽ നോക്ക് എനിക്ക് വേണം. ആ നോക്ക് തന്നെ അപ്പോൾ തന്നെ പിള്ളേർ കയറി എടുക്കുന്നുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് മുകളിൽ ഡാർക്ക് സോളാണ്. ഇൻവിക്റ്റീസിന് പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട്. ഇൻവിക്റ്റീസിന് പിള്ളേർ കറങ്ങി വന്നിട്ടുണ്ട്. അല്ല ഹൈ ഗ്രൗണ്ടൊക്കെ പിടിച്ചു. പക്ഷേ മാൻ ജോക്കറിൻ്റെ അടിക്കുന്ന ഒരു കാഴ്ച. മാൻ ജോക്കറിന് നല്ലൊരു ചെറിയൊരു ടാഗ് കൊടുത്തു. അത് 2-3 ബുള്ളറ്റ് മാത്രം കൊടുത്തുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടീം അത് എല്ലായിടത്തും മാൻ ജോക്കർ M24 ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. ആരെങ്കിലും കിട്ടുക തല അടിച്ചുകൂട്ടി വേണ്ടി അത് നമ്മുടെ മാനിൻ്റെ ഡാർക്ക് ഇൻവിക്റ്റീസിനുള്ളവർ വേണ്ടി അടിക്കാൻ വേണ്ടി മച്ചൻ എവിടേക്കൊക്കെ സൂം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും ആളില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. താഴെ വരാണെങ്കിൽ നമ്മുടെ ഈ ഫ്രെഡി മാൻ ജാക്കും ഫ്രെഡിയും പിള്ളേർ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. തൊട്ടപ്പുറം നമ്മുടെ സ്വന്തം T2D പിള്ളേരാണ് വോൾഡ് മോട്ടും ഈ നോയ്സി ബോയ് മണ്ണ് നോയ്സി. ഓക്കെ നോയ്സി ബോയ് നമ്മുടെ ടോക്സിനും തീർന്നിട്ടുണ്ട്. ഇനി വോൾഡ് മോട്ടാണ് സോളമാണ്. സോളോമാൻ അടി തുടങ്ങുന്നു. മാൻ ജോക്കർ വീഴുന്നു. ഓക്കെ വീണിട്ടില്ല. മച്ച നല്ല രീതിയിൽ ലിറ്റായിട്ടുണ്ട്. ആരടിച്ചെന്നറിയില്ല. ഓക്കെ ഇൻവിക്റ്റീസിനുള്ളവരായിരിക്കും. ഇൻവിക്റ്റീസിൻ്റെ പിള്ളേർ മോനെ കട്ടയ്ക്ക് സോണിലേക്ക് കയറാൻ സോണിൻ്റെ അഡ്വാൻറ്റ് ഒക്കെ സോൺ വരുന്നുണ്ട്. പക്ഷേ ഇനി അടുത്തൊരു അടി ഈ ബിരത്തി മോനെ ഫോർസൈലേക്ക് പോകുന്നുണ്ട്. അവർ പിള്ളേർക്ക് എന്തെങ്കിലും അടി കിട്ടുമെന്ന് അറിയില്ല. വണ്ടി നിർത്തുന്നുണ്ട്. വണ്ടി നിർത്തി കയറി പുഷ് ചെയ്യുന്നൊരു കാഴ്ച. മോനെ അവിടെ പിള്ളേരുണ്ട്. അടുത്തടി ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റും. നമ്മുടെ ഈ പിള്ളേരുണ്ട്. ഈ പിള്ളേർ വരുന്നു. ഈ പിള്ളേർക്ക് ഒരു നേരിട്ട് തീരുന്ന പ്രശ്നമുള്ളൂ. ഈ പിള്ളേർ മോനെ ഡാർവിൻ വരുന്നുണ്ട്. മോനെ ബിഗിനെടുത്ത് ഈ പിള്ളേർ വണ്ടി കൊണ്ട് വണ്ടി അടിച്ചു ഓടിക്കുന്നു. മോനെ ടെക്സ്റ്ററും വീഴുന്നു. ഇനി നമ്മുടെ ഈ ഒരു മോൾ എടുത്ത് കൊടുക്കുന്നു. അത് എനിക്ക് വേണ്ടെന്ന് പറയും. പക്ഷെ അവിടെ നമ്മുടെ ബിഗ്ഗി ആരൊക്കെയോ വീഴുന്നുണ്ട്. 2 പേര് ഇവിടെ ലാസ്റ്റ് പ്ലെയർ മാത്രം നമ്മുടെ ഈ വോയിസാണ്. ഈ വോയിസ് അടിക്കുന്നു. മോനൊക്കെ ഓടിച്ചടിക്കുന്നു. അടുത്തടി അതേ മോനെ പൊളിക്കളിയായിരുന്നു. ഈ ഒരു 2 പ്ലെയേഴ്സ് പോയി. പക്ഷേ കാര്യമില്ല. ബാക്കിയുള്ള 2 പേര് ചേർന്ന് നമ്മുടെ പിള്ളേരടിക്കുന്നു. അതെ ഇവോസ് നമ്മുടെ TXന് പിള്ളേരെ മേടിക്കുന്നു. മുകളിൽ നമ്മുടെ ടീമിൽ കൗബോയ് ജൂനിയർ സീറ്റർ പിള്ളേരും ചെറുതായിട്ട് അവിടെ വരുന്നുണ്ട്. കുറേ നേരം സീറ്റിൽ പിള്ളേരുണ്ട്. ഓക്കെ സീറ്റിൽ പിള്ളേരോട് നോക്കിടുന്നുണ്ട്. അതൊക്കെ പോയി നമ്മുടെ KMS പിള്ളേരുണ്ട്. KMS റിച്ച്മോണ്ടും വീഴുന്നു. മോനെ സൈക്കോ അടിക്കുന്നു. പിള്ളേർ വരുന്നുണ്ട്. പിന്നിലുള്ള നമ്മുടെ റീഗൽ കയറി വരുന്നത്. റീഗലിനെ കയറി അടിക്കും. അടുത്തടി മോനെ റീഗൽ. പക്ഷേ റീഗൽ കാര്യം ഉണ്ടായില്ല. ഇനി ഒരു പ്ലെയറും കൂടി ഉണ്ട്. ഇനി നമ്മുടെ സീറ്റിൽ എത്ര പേരുണ്ട്? സീറ്റിൽ 2 പേരും കൂടി ഉണ്ട്. റെവഡ് കമ്പിൾ വരുമ്പോൾ താഴെ നമ്മുടെ സ്വന്തം KMC പൊട്ടാറ്റ മോനെ നൈസായിട്ട് അതേ ഒരു ഫൈറ്റ് എടുക്കുക. അതേ അടിച്ച് നോക്കപ്പോൾ തന്നെ കൺഫ്യൂസ് ചെയ്യുന്നത് സൈക്കോ ഉണ്ട്. ഇനി പൊട്ടാറ്റ മാത്രമാണ്. പൊട്ടാറ്റ നൈസായിട്ട് ഗില്ലൊക്കെ ഇട്ട് കറങ്ങി നടക്കുന്നുണ്ട്. വേറെ പ്രശ്നമില്ല. അടുത്തടി മോനെ നമ്മുടെ സീറ്റിൽ ഓരോ പ്ലെയേഴ്സ് വരുന്നു. അത് റീഗലുണ്ട്. റീഗലിനും കിട്ടിയോ? മാവ് ഇത് ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഇനി അവിടെ ആരൊക്കെ ഉണ്ട്? മാവനെ തീർത്ത് വിട്ടു. ഇനി റെഡ് സ്മോക്കർ മാത്രമാണ്. റെഡ് സ്മോക്കറും റീഗലും റെഡ് സ്മോക്കറും ഇനി എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. ഓക്കെ റീഗലില്ല ഇവിടെ. ഓക്കെ റീഗലോട് എടുക്കുന്നു. മോൻ അടുത്തടി പൊട്ടൊരു ഓപ്പണിൽ നിന്ന് അടിക്കുന്ന ഒരു കാഴ്ച. ഓപ്പണിൽ നല്ല രീതിയിൽ അടിക്കുന്നു. അത് അടുത്തടി കിട്ടി പണിപ്പാളി. അത് എനിക്ക് എടുത്ത് പിടിക്കും. നമ്മുടെ പിള്ളേർ നൈസായിട്ട് മെയിൻ ചുട്ടു. അത് KMS പിള്ളേർ മൊത്തത്തിൽ തീർത്തിട്ടുണ്ട്. മുകളിലേക്ക് മറ്റേ കട്ടക്കൂട്ടം ഇതിലായിട്ട് തീർന്നിട്ടില്ല. ഇൻവിക്റ്റീസിൻ്റെ പിള്ളേർ 2 പേരും 2 സൈഡിലാണ് നിൽക്കുന്നത്. അതറിയില്ല. ഓക്കെ ഇൻവിക്റ്റീസ് മസൂദിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേ മസൂദിന് മോനെ S4നായിട്ട് നല്ലൊരു ചാമ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷമ്മിയാണ്. S4ൻ്റെ പിള്ളേരാണ്. ഷമ്മി നൈസായിട്ട് ഒരു ഹീറോ ആയതാണ്. ഒരു നോക്ക് മോനെ അടുത്തടി റെഡ് ഡോട്ട് അടുത്തടിക്കുന്നു. ഡാർക്ക് സോൾ വീട് മോനെ ഡാർക്ക് സോൾ പിള്ളേർ കയറുന്നുണ്ട്. പക്ഷേ മാക്സ് ഓപ്പിക്ക് ഇട്ട് എവിടെ നിന്ന് അടിയൊന്നും അതേ ഫ്രെഡി പിള്ളേർ മാക്സ് ഓപ്പിക്ക് ഇട്ട് അടിച്ചിട്ടുണ്ട്. മാക്സ് ഓപ്പ് ചെയ്ത വീണ്ടും ഉള്ളിൽ കയറുന്നുണ്ട്. ഡാർക്ക് ഇവിടെ റവ് എടുത്തോണ്ടിരിക്കുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് നല്ല വെള്ളം വീണ് സൗണ്ടൊക്കെ ഉണ്ട്. കൊള്ളാം. ഓക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നം ഉണ്ടാകും. കാരണം വേറെ ഒന്നുമില്ല. കറണ്ട് പോയ പ്രശ്നമില്ല. നിൽക്കാൻ പിന്നെ വേറെ പ്രശ്നമില്ല. ഇടിയോട്ടും കണ്ടിരുന്നു കരിഞ്ഞു. ഓക്കെ വേറെ പ്രശ്നം നമ്മുടെ ഇൻവിക്റ്റീസിനുള്ള പിന്നെ അറിവായിട്ടുണ്ട്. ഗൈസ് കാണുന്നത് നിങ്ങളുടെ ടീമിൻ്റെ പേര് കട്ടക്സ്. അവിടെ ADL പിള്ളേരും ആരും വന്നിട്ടില്ലല്ലോ. ADL ടീം ആരും ADL കളിക്കാത്തതൊന്നും അറിയില്ല. പിള്ളേരാണ് നമ്മുടെ ഡാർക്ക് സോളും ഇൻവിക്സ് മസൂദ് മോനെ. മസൂദ് ഇവിടെ നൈസായിട്ട് ഒരു ഹെഡ് കൊണ്ട് മസൂദിൻ്റെ ഹെൽമെറ്റ് ഒന്നുമില്ല. ഹെൽമെറ്റൊക്കെ പിള്ളേർ അടിച്ച് പിടിച്ച് വന്നിട്ടുണ്ട്. അതെ മസൂദ് ഒരു സ്നൈപ്പ് ഒരു ബുള്ളറ്റ് ഇടുമ്പോൾ തിരിച്ചൊരു 30 ബുള്ളറ്റ് വരുന്നൊരു കാഴ്ചയാണ്. അതേ പിള്ളേർ അടിച്ച് മെയിൻ കിട്ടുന്നത്. അത് സോണിൻ്റെ മോൻ അടുത്തടി മാൻ ജോക്കറാണ്. ആർക്കൊക്കെ അടിക്കുന്നുണ്ട്. മാൻ ജോക്കർ നമ്മുടെ S4 പ്ലെയേഴ്സിനാണ്. മാക്സോപ്പിക്ക് പിന്നെയും വീഴുന്നൊരു കാഴ്ച നമുക്ക് കാണാം. മാക്സോപ്പിയുടെ ഹെൽമെറ്റ് തീർന്നിട്ടുണ്ട്. മോളിയൊക്കെ എടുത്തെറിയുന്നുണ്ട്. അത് മോളി പക്ഷേ ഗുണമുണ്ടായില്ല. അങ്ങനെ അടുത്തായിട്ട് അടിക്കുന്നത് ഷമ്മി അടിക്കുന്നുണ്ട്. ഷമ്മി നമ്മുടെ മസൂദിന് അടിക്കുന്ന ഒരു കാഴ്ച. മസൂദ് അവിടെ ഓടിപ്പോകുന്നുണ്ട്. സോണിക്ക് കയറിയേ പറ്റൂ. റെഡ് ഡോട്ട് ഇട്ട് നമ്മുടെ ഷമ്മി നല്ല രീതിയിൽ അടിക്കുന്നത്. എൻ്റർടൈനർ ഗൈസ് ഏരിയ സബ്സ്ക്രൈബ് ഫോർ റോട്ട് 400 364 400 ഇച്ചിരി ടൈമുണ്ട്. അത് എന്തെങ്കിലും ടൈം എടുക്കും. പക്ഷേ മാൻ ജോക്കറിന് എന്തെങ്കിലും സോണിൽ കയറി പറ്റും. സോൺ 17 സെക്കൻഡ് കഴിഞ്ഞ് സോൺ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇടയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻവിക്റ്റീസിന് പിള്ളേർ അത് നൈസായിട്ട് വളഞ്ഞ് അവിടെ നിന്ന് കട്ട ഫ്ലങ്ക് കടിച്ചിട്ടുണ്ട്. അത് ഇൻവിക്റ്റീസിന് പിള്ളേർ നമ്മുടെ കാസ്ട്രോയും പിള്ളേരും വണ്ടിയും കൊണ്ടൊന്ന് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. മോൻ അടുത്തടി S4 പ്ലേയേഴ്സ് നല്ല രീതിയിൽ അടിക്കുന്ന ഒരു നെയ്ഡ് നമ്മുടെ മാൻ്റെ പിള്ളേർ കൊടുക്കുന്നുണ്ട്. മാൻ ജോക്കറിന് മോൻ ഒരു നെയ്ഡ് കൊടുക്കുന്ന ഒരു നെയ്ഡ് പോകുന്നുണ്ട്. ആ നെയ്ഡിൽ എന്തുണ്ടാകും മോനെ? നെയ്ഡ് മോനെ ജാസ്റ്റിസാണ് നിലത്ത് വീണ് പൊട്ടി. നെയ്ഡുണ്ടെങ്കിൽ ഗുണം ഉണ്ടായില്ല. അവിടെ ഇൻവിക്റ്റീസിന്
പിള്ളേർക്ക് നല്ല രീതിയിൽ സ്മോക്കുകളൊക്കെ മോളിൽ എടുത്തിട്ടുണ്ട്. അവർ എന്തിനാ മോളിൽ എനിക്ക് മനസ്സിലായി, ചുമ്മാ എടുത്ത് എറിയുന്ന ഒരു കാഴ്ചയാണ്. മാൻ്റെ ജോക്കർക്ക് എന്തായാലും അടുത്തൊരു മോളി പോകുന്ന ആ മോളി മോനെ ബാർബിക്കും നിന്ന് കത്തുന്നു. നമ്മുടെ സ്വന്തം ജോക്കറാണ്. ജോക്കർ നിന്ന് കത്തുണ്ടോ, അതിൻ്റെ ഇപ്പോൾ സോൺ ഡാമേജും വരുന്നുണ്ട്. അതേ ടീമൺ കിട്ടാത്ത പ്ലേയേഴ്സ് സോൺ വീഴുന്നുണ്ട്. അതേ മാൻ ജോക്കർ നിന്ന് കത്തുന്നുണ്ട്. മാൻ ജോക്കർ ഓടിക്കയറുന്നു. S1 പിള്ളേർക്ക് S1 പിള്ളേർ എന്ത് ചെയ്യും മോനെ, S1 പിള്ളേർ S4 മാഡ് ജോക്കിയിട്ട് നമ്മുടെ ഇൻവിക്റ്റീവ് മാസം തോരണം കൊടുക്കുന്നു. കുറേ നേരം പോയി അതേ കൊടുക്കുന്നു മാഡ് ജോ. പക്ഷേ തിരിച്ചു വിടുന്ന ഒരു കാഴ്ച. മാഡിജിൻ്റെ റബ്ബിടുക്കും പിള്ളേർ വരും. പക്ഷേ അവിടെ ഡാർക്ക് സോൾ ഉണ്ട് സോണിലേക്ക് ഓടിക്കയറാൻ. മാൻ ജോക്കർ സോണിലേക്ക് കൊടുക്കുന്നു. പക്ഷേ അവിടെ നമ്മുടെ മാൻ ജാക്കും പിള്ളേരുടെ കട്ടയ്ക്ക് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അവിടെ S1 എടുത്ത് പോകുകയാണെങ്കിൽ അവിടെ പിള്ളേർ കട്ടയ്ക്ക് ഓക്കെ മാഡ്ജുൻ്റെ റബ്ബിടത്തില്ല. ഡീമോൺ കൂടെ വീണിട്ടുണ്ട്. ഡീമോൺ കിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്, INV കിഷോർ ഇവിടെ എന്താണ് പ്ലാൻ ചെയ്യുന്നതല്ല. മച്ചാൻ ഹെൽമെറ്റ് പോലും ഇല്ലാതിരിക്കുകയാണ്. ഓക്കെ പിന്നെ സ്നൈപ്പർ ഇടിക്കുന്നത് നമ്മുടെ മസൂദാണ്. ഓക്കെ മസൂദ് മോനെ ഡീമൺ ഗിഡ് പ്ലേയേഴ്സ് ഓണിലാണ്. ഡീമൺ ഗിഡിൻ്റെ കില്ല് നമ്മുടെ ഇൻവിക്റ്റീവ് മസൂദ് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. അത് കാസ്ട്രോ എല്ലാവർക്കും ഹെൽമെറ്റ് ഉണ്ടോ? ഓക്കെ ഹെൽമെറ്റ് നമ്മുടെ കിഷോറിനില്ല, ഡാർക്ക് സോളിനുണ്ട്. ഓക്കെ മസൂദിനില്ല. 2 പ്ലേയേഴ്സിന് ഹെൽമെറ്റ് ഇല്ല, എന്നാലും അവർ പൊരുതുമെന്നാണ് അവർ പറയുന്നത്. അവിടെ പക്ഷേ നമ്മുടെ S1 പ്ലേയേഴ്സിന് എന്ത് ചെയ്യുമെന്ന് കാണാതെ സോൺ വന്നിട്ടുണ്ട്. സോണിൻ്റെ ഉള്ളിൽ കൂടെ എന്തായാലും കയറി പറ്റും. 11 സെക്കൻഡ് 10 മീറ്റർ അകലെയാണ്. ഇനി എന്തായാലും ഓടുമ്പോൾ ഓപ്പൺ അവിടെ നമ്മുടെ മൈറ്റിൻ്റെ പിള്ളേർ അവിടെ കട്ടയ്ക്ക് പോയിട്ടാണ്. നമ്മുടെ ഇൻവിക്റ്റീവ്സിന് മസൂദൂടെ കട്ടയ്ക്ക് റെഡി ആകുക. നേരത്തെ എന്നെ നോക്കിയിട്ട് സ്പെക്ക് 25 നമ്മുടെ മാൻ സോമം വന്നിട്ടുണ്ട്. ഓക്കെ ഫ്രെഡിയും നമ്മുടെ സ്വന്തം പിള്ളേരാണ്. മാൻ ജോക്കും ഇവിടെ കട്ടയ്ക്ക് ഒരു വീടൊക്കെ കട്ടയ്ക്ക് റെൻ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ തൊട്ടപ്പുറം മാൻ ജോക്കർ പോകുന്നുണ്ട്. മാൻ ജോക്കർ മോനെ അവിടെ ഓടിപ്പോകുന്നുണ്ട്. പുള്ളി അപ്പുറത്ത് വീടൊക്കെ പിടിച്ചിട്ടുണ്ട്. S4 പ്ലേയേഴ്സ് നല്ല രീതിയിൽ അടിക്കുന്നത്. അത് S4 മോനെ തിരിച്ചടിക്കും. തരുൺ വീഴുന്നു. ഇൻവിക്റ്റീവ്സ് പിള്ളേർ കിഷോറാണ്. കിഷോർ നല്ല രീതിയിൽ അടിക്കുന്നത്. കിഷോറിൻ്റെ പിള്ളേർക്കും സോൺ ഡാമേജ് അടിക്കില്ല. പക്ഷേ അവിടെ മാൻ ജോക്കറിനെ അവനെ പൊളിഞ്ഞ റെഡിയാണ്. അടുത്തടി 2 പ്ലേയേഴ്സ് ഇടുന്നു. അതേ മാൻ ജാക്ക്. ഓക്കെ മാൻ ജാക്കിനെ അടിച്ച് തീർത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ S1 പ്ലേയേഴ്സിനുണ്ട് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഇൻവിക്റ്റീവ്സിൻ്റെ പ്ലേയേഴ്സാണ്. പക്ഷേ S1 എന്തായാലും പുറത്ത് ചാടിയേ പറ്റൂ. പിള്ളേർ അത് ചാടുന്നു. നമ്മുടെ തരുണ്ട്. അത് ഫുൾ ഹെൽത്ത് കടിയുണ്ട്. ഫസ്റ്റ് വൺ ഷമ്മി ഇവിടെ നിൽക്കുന്നുണ്ട്. ഷമ്മി അത് പോകുന്നത് എല്ലാവരും S1 പ്ലേയേഴ്സ് എല്ലാവരും കട്ടയ്ക്ക് റബ്ബൊക്കെ എടുത്ത് സ്മോക്ക് മൊത്തം മോനെ കിഡിലൻ സ്മോക്ക് സ്ക്രീനാണ്. അത് എല്ലാവരും നല്ല രീതിയിൽ സ്മോക്കുകൾ മൊത്തം വാരി എറിയുന്ന ഒരു കാഴ്ചയാണ്. ചുറ്റും സ്മോക്കുകൾ മാത്രം. ഇൻവിക്റ്റീവ്സ് പ്ലേയേഴ്സൊക്കെ മോനെ ഡാർക്ക് സോളും പ്ലേയേഴ്സും അത് കറങ്ങി നടക്കുന്നുണ്ട്. കിഷോർ മതി ഇവിടെ കട്ടയ്ക്ക് റെഡി ആയിട്ടിരിക്കുന്നു. കാസ്ട്രോവും മതി എല്ലാവരും നല്ല രീതിയിൽ മസൂദും ഉണ്ട്. മോനെ അവിടെ ഓരോന്നോരോ നിലത്തേക്ക് ചാടുന്ന ഒരു കാഴ്ചയാണ്. മോനെ ഡാർക്ക് സോൾ കയറി പോകുന്നു. ഡാർക്ക് സോൾ മോനെ താഴെ കിടന്ന് ഷമ്മിനിട്ട് അടിക്കുന്നുണ്ട്. തിരിച്ചു വിടുന്ന മസൂദ് നല്ല രീതിയിൽ ഇടുന്നുണ്ട്. മസൂദിനും ഡാർക്ക് സോളും എല്ലാവരും നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഇൻവിക്റ്റീവ്സ് പിള്ളേർ നന്നായിട്ട് S1 പിള്ളേർ പക്ഷേ നമ്മുടെ കിഷോറും പിള്ളേർക്ക് മോനെ S4 മാക്സ് ഒപ്പി ഉണ്ട്. കാസ്ട്രോൺ പിന്നെയും അടിക്കുന്നത്. പിന്നെയും സോൺ ഡാമേജ് ആണ്. മാക്സ് ഒപ്പി അവിടെ ഉണ്ട്. പക്ഷേ താഴെ നമ്മുടെ ഷമ്മി പിള്ളേരുണ്ട്. ഷമ്മി പിള്ളേരിന് എന്ത് ചെയ്യുമെന്ന് കണ്ടറിയണം. പക്ഷേ അവിടെ മാൻ്റെ പിള്ളേർ ഫ്രെഡി ഉണ്ട്. ഫ്രെഡിനെ അവിടെ നിന്ന് എന്ത് ചെയ്യുമെന്ന് കാണാം. മുകളിൽ നമ്മുടെ റബ്ബ് എടുക്കുന്ന ഒരു കാഴ്ച. സോൺ ഡാമേജ് ചെറിയതായിട്ട് വരുന്നത് ഈ ഡ്രോപ്പുകൾ. ഓക്കെ മെഡൊന്നുമില്ല. മെഡൊക്കെ എടുക്കുന്നില്ല. അടുത്ത സോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത സോണിൽ കയറി എന്തായാലും കുറേ പേര് പുറത്താണ്. ഇനി താഴെ നോക്കി ഈ പിള്ളേരും ബിഗ്ഗി നോട് പിള്ളേരും ചെറുതായിട്ടൊന്ന് ഉറച്ചാൻ ചാൻസ്. ഡാർക്ക് സോൾ ഇവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. വെയിറ്റിംഗ് ആണ്. അച്ഛൻ പറയാം ഞാനതിൽ റിവെഞ്ച് എടുത്തിട്ടുള്ളൂ. അത് ചുറ്റും സ്മോക്ക് ഡാർക്ക് സോൾ നോക്കിയിരിക്കുന്നു. ചുമ്മാ ഇടിക്കുന്നു. ആർക്കും പേര് നോക്കിയാൽ പക്ഷേ പുള്ളി നോക്കിയാർത്താറില്ല. പക്ഷേ പുള്ളി മാറിയ സമയത്ത് തന്നെ ഷമ്മി വന്നു. പക്ഷേ അത് ഇൻവിക്റ്റീവ്സ് പ്ലേയേഴ്സ് വണ്ടി കൊണ്ടുപോകുന്നു. ഡാർക്ക് സോൾ ഇവിടെ നിൽക്കുന്നത്. അവരെ കയറ്റായിട്ട് മോനെ അടുത്ത അടി പിന്നെയും അടിക്കുന്നു. വെറുതെ ബുള്ളറ്റുകൾ വേസ്റ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ്. മച്ചാൻ്റെ പിള്ളേർ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ട്. അതേ മസൂദാണ്. താഴെ മോനെ തീഷണി പിന്നെ അടിക്കുന്നു. മോനവിടെ ഓക്കെ ഈ പ്ലേയേഴ്സിൻ്റെ വണ്ടിയൊക്കെ അടിച്ചു പിടിച്ചിട്ടുണ്ട്. ആരാന്നറിയില്ല. ലോങ് റേഞ്ച് ആണ് ഇന്ദ്രജിത്ത്. ഓക്കെ ഇന്ദ്രജിത്താണ് നമ്മുടെ ബിഗ് പിള്ളേരാണ്. അത് നല്ല രീതിയിൽ വണ്ടിക്കാരനെ അടിച്ചു പിടിച്ചത്. നൈസായിട്ട് അവിടെ ഒരു പ്ലേയേഴ്സിനെ തീർക്കുന്നൊരു കാഴ്ചയാണ്. ബിയുടെ സ്വന്തം ടീമിനാണ്. ഡാർവിൻ ഇനി ഇവിടെ ആക്കി ഡാർവിൻ. ഓക്കെ ഡാർവിൻ ഉണ്ട്. മാഡ് ബോയ് ഉണ്ട്. നമ്മുടെ റീപ്പർ ഉണ്ട്. മച്ചാമാരത് സപ്പോർട്ടുമായി അവനെ വണ്ടി എടുത്ത് വരുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ. പക്ഷേ അവിടെ അങ്ങ് ദൂരെ ബിഗ് ഒറ്റയ്ക്കാണ്. ബിഗ് ടീം ADയിലുണ്ടോ ചോദിക്കുന്നത്. നമ്മുടെ ഡാർക്ക് ADയിൽ നിന്ന് കയറിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ തീരെ കണ്ടില്ല അവരെ സത്യം പറഞ്ഞാൽ. വിൽസൻ്റെ റേറ്റ് ADL മാക്കാൻ ഒറ്റ സോളോ ആയിരുന്നു. പിന്നെ വേറെ പ്രശ്നമില്ല ഗൈസ്. ADL ഒന്നും ഇല്ല കേട്ടോ ബ്രോ. ADL 2 സ്ക്വാഡിൽ നിന്ന് കയറിയിട്ടില്ല. എന്തുകൊണ്ടാണ് അറിയില്ല. ഓക്കെ S4 മാഡ് ജോബ്. പിന്നെ പിള്ളേർ നമ്മുടെ ഓരോ പ്ലേയേഴ്സ് നമ്മുടെ മോനെ മാക്സ് ഓപ്പി S4 പ്ലേയേഴ്സ് ഓരോരുത്തരെയും സോണിൽ വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മളോട് കാണുന്നത്. ഇനി അവിടെ ഫ്രെഡിയാണ്. ഫ്രെഡിയുടെ പിന്നിലേക്ക് നമ്മൾ ഫ്രെഡിയുടെ മാൻ ജാക്കിൻ്റെ പിന്നിലേക്ക് നമ്മുടെ S4 ഷമ്മിയും പിള്ളേരും വരുന്നത്. അവിടെ ഇനി എന്ത് ചെയ്യുന്നത് കാണാം. മാക്സ് ഓപ്പി അതേ S4 ഓരോ പ്ലേയേഴ്സ് ഒന്നൊന്നായി വീഴുന്ന ഒരു കാഴ്ചയാണ്. സോൺ നോക്കാതെ കളിച്ചാൽ ഇതാണ് പ്രശ്നം. മതി സോൺ നോക്കി കളിക്കണം. എന്തായാലും അതും വിഗന്തിയാണ്. വണ്ടിയൊക്കെ കിട്ടാൻ എളുപ്പമാണ്. നമ്മുടെ സാനോക്ക് പോലെയല്ല. മിറാമറിനേക്കാളും കഷ്ടം. കാരണം അതിൻ്റെ ഇടയിൽ നമ്മുടെ മലകളൊക്കെ ഉള്ള മിറാമറിൽ കട്ട സീനാണ്. ഇവിടെ അത് ഫ്രെഡിയും പിള്ളേരും ഓടിച്ചാടി നടക്കുന്നുണ്ട്. വേറെ പ്രശ്നമില്ല. എല്ലാവരും പല ഭാഗത്താണ്. അതുകൊണ്ട് ഒരു ചെറിയൊരു ഫൈറ്റിന് കാണണമെങ്കിൽ നമ്മുടെ ഫ്രെഡി ക്രൂസും പിള്ളേരും വിചാരിക്കണം. കാരണം തൊട്ട് പിന്നിൽ നമ്മുടെ S1 പിള്ളേർ സോൺ ഡാമേജ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടിയാണ് വരുന്നത്. ഗൈസ് നിങ്ങളുടെ ടീമിൻ്റെ സപ്പോർട്ട് നമ്മുടെ S1 പിള്ളേരോടെ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇതൊരു 1 മിനിറ്റ് 1.5 മിനിറ്റ് 1.5 മിനിറ്റ് എന്തോ ഡിലേ ഒക്കെ ഉണ്ട്. അപ്പോൾ
അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയച്ചാൽ തിരിച്ച് റിപ്ലൈ തരാം. ഒരു മിനിറ്റ് ലേറ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളത് ക്ഷമിക്കുക. പിന്നെ ഓക്കെ, ഗ്രൗണ്ടിൽ ഇവിടെ മൈറ്റിന് പിള്ളേരുണ്ട്. അത് മോനെ മാൻ ജാക്കിനെ കാണുന്നു. മാൻ ജാക്കിനെ ചുമ്മാ ചന്നമ്മിനടിക്കുന്നു. പക്ഷെ അവർ സോണിലാണെന്നുള്ള കാര്യം നമ്മുടെ ഷമ്മി മറന്നു വരുന്നുണ്ട്. തിരിച്ചടിക്കുന്നു നമ്മുടെ മാൻ ജാക്ക് മോനെ. മാൻ ജാക്ക് പിന്നെയും വെടിവെക്കുന്നു. അതേ മാൻ ജാക്കിന് ഇട്ടത്. മാൻ ജാക്ക് എന്ത് ചെയ്യുന്നു കാണാം. മാൻ ജാക്ക് പിന്നെ മോനെ 6 കിട്ടും. നല്ലൊരു സ്പ്രേ ഉണ്ട്. പക്ഷെ എന്തായാലും സോണിൽ കയറി പറ്റി. സോണിൽ കയറാൻ ഇവർ എന്ത് ചെയ്യും കണ്ടത് മോനെ. ഫ്രെഡി ക്രൂസ്, അതേ ഫ്രെഡിയുടെ ഒരു കിടുക്കാച്ചി അടിയാണ്. നമ്മുടെ തരുണും വീണു. ഷമ്മി മോനെ ഒറ്റ ഷോട്ടിൽ തീർന്നു പൊളി. സോ ഫ്രെഡിയുടെ ഒരു നൈസ് അടിയാണ് കണ്ട് ഗൈസ്. അവിടെ അടി നടക്കുന്നത് നമ്മുടെ സീറ്റർ പ്ലെയറാണ്. സീറ്റർ പ്ലെയർ നമ്മുടെ അതിൻ്റെ ഇൻവിക്റ്റീസിനുള്ള സീറ്റർ പ്ലെയർ പോരും ചേടി. അത് സീറ്ററും ഇൻവിക്റ്റീസിൻ്റെ ഓരോ പ്ലെയർ സ്വിച്ച് തീർന്നൊരു കാഴ്ചയാണ്. ഇൻവിക്റ്റീസിൻ്റെ സീറ്റർ 2 പേര് തീർന്നപ്പോൾ അവിടെ ഇൻവിക്റ്റീസിന് എന്ത് ചെയ്യുന്നത് കാണാം. ഇൻവിക്റ്റീസ് മസൂദ് പ്ലെയറുമാണ്. മസൂദും ഡാർക്ക് സോൾ വീഴുന്നു. ഡാർക്ക് സോളിനെ റെഡ് സ്മോക്കർ മോളിൽ നിന്ന് അടിക്കുന്നത്. ഇനി കിഷോർ നോക്കാണ്. ഇനി മസൂദ് മാത്രം. മസൂദിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നത് കാണാം. മസൂദിനെ ഇട്ടടിക്കുന്നു. മസൂദ് ഇങ്ങനെ കയറി ഇറങ്ങി ഓടുന്നൊരു കാഴ്ചയാണ്. മസൂദിന് കിട്ടുന്നു. മസൂദിനെ നല്ല രീതിയിൽ കട്ടലിറ്റാക്കി വിടുന്നൊരു കാഴ്ചയാണ്. പിള്ളേർ ഇനി എന്ത് ചെയ്യുന്നത് കാണാം. അവിടെ മോനെ മസൂദിനെ ചാട്ടി അടിക്കുന്നു. റീഗലിൻ്റെ ചാട്ടത്തിൽ ഓക്കെ. ലോങ് റേഞ്ചിൽ നമ്മുടെ സീറ്റർ പിള്ളേർ അങ്ങനെ തീർന്നുണ്ട്. മാൻ ജാക്കിൻ്റെ പിള്ളേർ അവിടെ തീർന്നുണ്ട്. മൈറ്റിൻ്റെ പിള്ളേർ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് മൈറ്റ് പോളും പിള്ളേർ അത് നൈസായിട്ട് നമ്മുടെ ഓരോ പ്ലേയേഴ്സിനും വെറുതെ അവിടെ ആരും ഇല്ലല്ലോ. ഓക്കെ, നമ്മുടെ മാൻ്റെ പിള്ളേർ ഫ്രെഡി അവിടെ സോണി കയറുന്ന തൊട്ടപ്പുറം നമ്മുടെ സീറ്റർ പിള്ളേർ വായിലേക്കാണ് നമ്മുടെ ഫ്രെഡി ഓടിക്കയറുന്നത്. സീറ്റർ പിള്ളേർ അവിടെ കയറി മേയോ ഇല്ലെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സീറ്റർ പിള്ളേർ വായിലേക്ക് നമ്മുടെ സ്വന്തം ഫ്രെഡിയാണ്. ഫ്രെഡി കയറി പോകുമോ? അതേ ഫ്രെഡി ഓടിക്കയറി സീറ്റയുടെ പിള്ളേരെ വായിലുണ്ട്. അപ്പോൾ സീറ്റർ പിള്ളേർ മിക്കവാറും ഫ്രെഡിയുടെ കാര്യം അവിടെ തീരുമാനിക്കും. സോണിൽ ആക്കി നമ്മുടെ ബിഗ്ഗി ഇബിയും പിള്ളേർ മാത്രമാണ്. ഇൻവിക്റ്റീസ് തീർന്നു ബ്രോ. നമ്മുടെ സീറ്റർ പിള്ളേർ ഇപ്പം തന്നെ തീർത്തിട്ടുള്ളൂ. നമ്മുടെ ഇൻവിക്റ്റീസ് മസൂദിനും പിള്ളേരും അനന്തരാജീവൻ SCX റോഗിലും ചോദിക്കുന്നത്. SCXൻ്റെ പിള്ളേർക്ക് നേരത്തെ തീർന്നായിരുന്നു. SCXൽ ആകെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. SCXൻ്റെ പ്ലേയേഴ്സ് സ്ലോട്ട് എത്ര SCXലാകെ നിക്കിൻഡർ ഉണ്ടായിരുന്നു. പിന്നെ SC അല്ലേ. ഓക്കെ, അവിടെ സീറ്റർ പിള്ളേർ നമ്മുടെ ഫ്രെഡി ക്ലോഷർ. ഓക്കെ, സീറ്റർ പിള്ളേർ അടിക്കുന്ന മോനെ റീഗൽ അവിടെ വീണ്ടുണ്ട്. റീഗൽ വീണു. പക്ഷേ ഫ്രെഡിയും റീഗലും സീറ്റർ പിള്ളേർ തമ്മിൽ നല്ലൊരു അടി. റെഡ് സ്മോക്കർ മോനെ പെയിങ്കിൽ അടിക്കുന്ന ഒരു കാഴ്ച. പക്ഷേ ഫ്രെഡി ക്രൂസ് വരുന്നൊരു മൊത്തം സ്മോക്ക് ഇട്ട് നശിപ്പിച്ചിട്ടേക്കാണ്. അതുകൊണ്ട് റീഗൽ അത് വരുന്നു. റീഗലിൻ്റെ റവ് എടുക്കാൻ 42 സെക്കൻഡ് പിന്നെയും സ്മോക്കിൽ എറിയുന്നൊരു കാഴ്ചയാണ്. അത് ഫ്രെഡിന് എന്ത് ചെയ്യുമെന്ന് കാണാം. ഫ്രെഡി അത് ഓടി വരുന്നു മോനെ. റീഗൽ തീർന്നാ. ഓക്കെ, റീഗലിന് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ സ്വന്തം റെഡ് സ്മോക്കറിന് എന്താണോ അറിയില്ല. ജെസ്സി ബ്രോ എന്ന് പറയുന്നുണ്ട്. SCX ഓക്കെ SCXന് ഒരു പ്ലെയർ വീണിട്ടുണ്ട്. SCX മോനെ വൾക്കൻ വീണിട്ടുണ്ട്. നമ്മുടെ SCXന് പ്ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, SCXന് പ്ലെയർ തീർന്നില്ല. ബിക്കി മോനെ നല്ലൊരു അടി വരുന്നുണ്ട്. ഇവിടെ നിന്ന് ലോങ് റേഞ്ചിലൊക്കെ നമ്മുടെ ഇന്ദ്രജിത്തും ബിഗിയും ചേർന്നാണ് നമ്മുടെ SCXനിട്ട് നല്ല രീതിയിൽ അടിക്കാൻ തോന്നുന്നത്. മോനെ 6 ഇട്ട് ചുമ്മാ കാറിനായിട്ട് നോക്കുന്നുണ്ട്. അവിടെ സ്മോക്ക് കിട്ടും. മോനെ റബ്ബ് എടുത്ത് നമ്മുടെ SCX വൾക്കൻ്റെ റബ്ബ് എടുക്കുന്നു. അത് ചുമ്മാ അവിടെ നിന്നൊക്കെ വെടി വെച്ച് കളിക്ക് വെക്കുന്നുണ്ട്. ഇൻവിക്സ് കാണിക്കും ബ്രോ. ഇൻവിക്റ്റീസ് തീർത്തായിരുന്നു പിള്ളേർ കയറി പോണത്. രാജീവൻ ബ്രോ അത് ഇവിടെ ചെറിയ പ്രശ്നം. നമ്മൾ 1 മിനിറ്റ് ഡിലേ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള മെസ്സേജ്. പക്ഷേ മോനെ ലെഫ്റ്റിലൂടെ നമ്മുടെ പ്ലെയേഴ്സ് വരുന്നുണ്ട്. ആരാണ് നമ്മുടെ സ്വന്തം മൈറ്റിൻ്റെ പ്ലെയേഴ്സാണ്. മൈറ്റ് ബോളാണ്. റെഡ് സ്മോക്കർ അങ്ങനെ ഫ്രെഡി ക്രൂസിന് അടിച്ച് തീർത്തുണ്ട്. അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ റെഡ് സ്മോക്കർ ഇനി എന്തെങ്കിലും കണ്ടു. റെഡ് സ്മോക്കർ സോണോട്ടോ തൊട്ടപ്പോൾ നമ്മുടെ ബിഗ്ഗിയും പിള്ളേരുണ്ട്. അതേ മറ്റവരെ എല്ലാവരും കട്ടയ്ക്ക് വണ്ടി കറങ്ങി നമ്മുടെ ഡാർവിൻ ഇബിയും പിള്ളേർ ഇവിടെ കട്ടയ്ക്ക് ഫുൾ സെറ്റ് എടുക്കുന്നത്. പക്ഷേ തൊട്ട് താഴെ മോനെ നമ്മുടെ സ്വന്തം ആരാണ് സ്ലോട്ട് നമ്പർ 6 പിള്ളേരാണ്. വെടിവീരൻ ആൻഡ് പിള്ളേരാണ്. വെടിവീരന് പണി കിട്ടുന്ന ഇനി ഏജൻറ്റ് സോൾ ഉണ്ട്. ഏജൻറ്റ് സോളിന് എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഏജൻറ്റ് സോൾ ഇവിടെ ഒറ്റയ്ക്കാണ്. മോനെ അടുത്തിലൂടെ വണ്ടി പോകുമ്പോൾ ചുറ്റും മടിയാണ്. ഇവിടെ നമ്മുടെ റീപ്പർ ഇബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതേ അവിടെ ഒരു സൈഡിൽ നമ്മുടെ ട്രൈസൺ പിള്ളേരുണ്ട്. ട്രൈസൺ പിള്ളേർ അവിടെ അടിക്കുമ്പോൾ ഓക്കെ അവിടെ പറയില്ല. ട്രൈസൺ പിള്ളേർ അവിടെ പിള്ളേർ കയറി അടിക്കുന്ന ഒരു വണ്ടി കൊണ്ടുപോകുന്നു. വണ്ടി അടി ഓടിക്കാൻ നോക്കുന്നുണ്ട്. SCX വൾക്കൻ പിള്ളേരുന്നു. മാഡ് ബോയ് ഇബി വീഴുന്നുണ്ട്. ഏജൻറ്റ് സോൾ അടിച്ചിരുന്നു. SCX വൾക്കൻ നമ്മുടെ മൈറ്റിൻ്റെ ട്രൈസൺ തീർക്കുന്നത്. അതൊക്കെ വെട്ടിയാണ് ഈശ്വര അടി എടുക്കുന്നത്. ഓക്കെ, മൈറ്റ് ബോളും ട്രൈസണാണ്. അതേ അവിടെ പിള്ളേരുന്നു. ഇനി അവിടെ നമ്മുടെ ഷമ്മീനെ അടിച്ചിട്ടിരിക്കുന്നു. ഷമ്മീൻ ആരാണ്? ഓക്കെ, എന്തിനാണ്? ഓക്കെ, മച്ചന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ച് കളിച്ചപ്പോൾ പിള്ളേർ കയറി മേഞ്ഞു വരുന്ന കാഴ്ച കണ്ടത്. മൈറ്റ് ട്രൈസനും മൈറ്റ് ബോൾ ഓടിക്കുന്നത്. സീറ്റർ റെഡ് സ്മോക്കർ ഉണ്ട്. റെഡ് സ്മോക്കർ സോണി കയറുന്നു. ഡാർവിൻ ഇബിയും പിള്ളേരുണ്ട്. അതേപോലെ വിഷൻ ഇബിനെ തീർത്തുണ്ട്. വിഷൻ ഇബി നേരത്തെ തീർന്നു. പിള്ളേരോട് റബ്ബ് എടുക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങ് ലോങ് റേഞ്ചിൽ പോകുകയാണെങ്കിൽ ഇവിടെ മൈറ്റിന് പിള്ളേരുണ്ട്. സോ ഗൈസ് ഒരു 4 ടീമും 8 പേര് മാത്രമാണ്. എല്ലാവരും 2 ശിച്ചിട്ടാണോ. ഓക്കെ, ഇതിൽ നമ്മുടെ സീറ്റർ പിള്ളേർ റെഡ് സ്മോക്കർ ഒറ്റയ്ക്കാണ്. ഹായ് ഗ്രൂഡ് സാർ എന്ന് പറയുന്നത്. ഹായ് ബ്രോ.
എന്താ കുറേ ഒന്നും കണ്ടില്ല, എസിമോമ് നമ്മൾ കണ്ടില്ല, ലേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. സോ ഗൈസ്, അത് റെഡ് സ്മോക്കർ ഇവിടെ ഉണ്ട്. റെഡ് സ്മോക്കർ ഒറ്റയ്ക്കാണ്. മൈറ്റിൻ്റെ പോളുണ്ട് ട്രൈസുണ്ട്. എല്ലാവരും സോണിൻ്റെ പുറത്താണ്. ആകെ നമ്മുടെ ഡാർവിനും പിള്ളേരും മാത്രമാണ് സോണിനകത്ത്. മച്ചന്മാർ ഓൾറെഡി കയറി ഒരു സീറ്റ് പിടിച്ചിട്ടുണ്ട്. സോ റെഡ് സ്മോക്കറും നമ്മുടെ ഈ ബീര പിള്ളേരും നമ്മുടെ സീറ്റിലുള്ളവരും എന്ത് ചെയ്യുന്നതാണ്. ഓക്കെ, ട്രൈസിനോട് നൈസ് ഒരു ബിഗിന് അടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കോമ്പിനേഷൻ അല്ല, അവിടെ നിന്ന് ബിഗും പിള്ളേരും പോളും പിള്ളേരും അത് ചാടി നടക്കുന്ന കാഴ്ച. അവർക്ക് എന്തെങ്കിലും സോണിൽ കയറി പറ്റി സോൺ ഡാമേജ് ഹെവിയാണ്. സോൺ അത് 1 മിനിറ്റ് സ്റ്റാർട്ടും. അത് ഓൾറെഡി പോയിട്ട് ഞങ്ങൾ സീറ്റ് പിടിക്കാൻ പോകും. നമ്മുടെ പോളും ട്രൈസിനും കൂടി പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നതിന്. നിങ്ങൾക്ക് മെസ്സേജൊക്കെ ഒന്ന് കാണട്ടെ. ഇതേ നമ്മുടെ ഇതുപോലെ എസിമോ ഞങ്ങൾ ടീമിനെ കട്ടൊക്കെ സപ്പോർട്ട് നൈസായിട്ട് ഒരു കല്ലിൻ്റെ മറ പിടിക്കുന്നത്. പക്ഷേ വെറുതെയാണ്. അവിടെ നമ്മുടെ സ്വന്തം മാഡ് ബോയ് കാണുന്നു. മാഡ് ബോയ് അവിടെ കണ്ടിട്ടുണ്ട്, നൈസായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മാഡ് ബോയ് എന്തായാലും അവരടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓക്കെ ഈ ബിര ഓരോ പ്ലേസും ഓരോ ടീമിനാണ് നോക്കിയിരിക്കുന്നത്. മോനെ നമ്മുടെ റീപ്പർ അവിടെ കടന്ന് 3x റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് മൈറ്റിൻ്റെ പിള്ളേർ വന്നാൽ കയറി അടിക്കാൻ വേണ്ടി റെഡി അടിക്കും. പക്ഷേ ഈ സൈഡിൽ നമ്മുടെ ബിഗും ഈബിയും പിള്ളേരുണ്ട്. മച്ചന്മാരും സോണിൻ്റെ പുറത്താണ്. അടുത്തടി ബിഗ് ഈബി ടാർഗറ്റ് അടിക്കുന്നുണ്ട്. മാഡ് ബോയ് ആർക്കിട്ട് അടിക്കുന്നുണ്ട്. ആർക്കിട്ട് മൈറ്റിൻ്റെ പിള്ളേർക്കാണ്. മൈറ്റിൻ്റെ പോളും ട്രൈസുണ്ട്. പെട്ടെടുക്കുകയാണ്. സോണിന് പുറത്തുമാണ്. വണ്ടി ഇവിടെ ഉണ്ട്. വണ്ടി അവർ പക്ഷേ കവറിലിട്ടുണ്ട്. പക്ഷേ റെഡ് സ്മോക്കർ അവിടെ ഉണ്ട്. റെഡ് സ്മോക്കർ കിടക്കുന്ന മൈറ്റ് പോളാണ് കിടന്ന് പോകുന്നത്. ഒരു 6 സൈഡ് റെഡി ആയിട്ട് കിടന്ന് അടിക്കാൻ വേണ്ടിയാണ്. മോനെ അവരെ വണ്ടി അടിച്ചു ഓടിയ ശ്രമമാണ്. വണ്ടി വെറുതെ അടിച്ചു ഓടിക്കാൻ മിക്കവാറും. പക്ഷേ മാഡ് ബോയ് അവിടെ ഉണ്ട്. മാഡ് ബോയ് മൊത്തം പോയിക്കുന്നുണ്ട്. വണ്ടി എടുത്ത് പോകാനാണോ എന്ന് തോന്നുന്നുണ്ട്. അതേ വണ്ടി എടുത്ത് സോണി കയറാൻ വേണ്ടിയിട്ടുണ്ട്. അതേ മാഡ് ബോയ് വണ്ടി എടുത്ത് പോകുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ റെഡ് സ്മോക്കറുണ്ട്. റെഡ് സ്മോക്കർ വണ്ടി എടുത്ത് വരുന്നുണ്ട്. മിക്കവാറും അത് മൈറ്റ് അതേ വണ്ടിയിൽ ടയർ മാർക്ക് കണ്ടുകൊണ്ടായിരിക്കും. ഫ്യൂൽ കഴിഞ്ഞ വണ്ടിയിലൊക്കെ ഫ്യൂൽ കഴിഞ്ഞാൽ മച്ചാൻ ഓടി പോകുന്നുണ്ട്. പക്ഷേ ബിഗ്ഗാണ് ഇവിടെ ചുറ്റും സ്മോക്കുകൾ എറിഞ്ഞോട് മോനെ പിള്ളേർ പോകുന്നുണ്ട്. പക്ഷേ മൈറ്റിന് പിള്ളേർ ആർക്ക് കിട്ടടിക്കുന്നുണ്ട്. മൈറ്റിന് പിള്ളേർ അത് വണ്ടി കയറാൻ പറയുന്നു. വണ്ടി കയറടാ. അതേ സോൺ വരുന്നുണ്ട്. സോൺ വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ മൈറ്റിനുള്ള മോനെ ഡാർവിനെ റീപ്പറിപ്പിന് അടിക്കുന്നു. ഇന്ദ്രജിത്ത് പക്ഷേ അവിടെ തിരിച്ചടിക്കുന്നുണ്ട്. ഇന്ദ്രജിത്തിനടിക്കുന്നു. പക്ഷേ അട്ടക്ക് ലിറ്റ് ആയിരുന്നു. പക്ഷേ ഒരു വണ്ടി പോകുന്നു. മൈറ്റിന് പിള്ളേരാണ്. അടുത്തടി മൈറ്റിൻ്റെ ഡാർവിൻ പിള്ളേർ അത് മൈറ്റിൻ്റെ പിള്ളേർ അടിക്കുന്നു. മൈറ്റിൻ്റെ ട്രൈസിന് അടിക്കുന്നു. പക്ഷേ ഇന്ദ്രജിത്ത് സീറ്റ് റെഡ് സ്മോക്കർ ഒറ്റയ്ക്ക് അടിക്കുന്ന കാഴ്ച. സീറ്റ് ബിഗ്ഗിയുടെ വായിലേക്കാണ് മോനെ ഇന്ദ്രിയത്ത് ബിഗ്ഗി അവിടെ ഉണ്ട്. ബിഗ്ഗി ചാടി വരുന്നു. ബിഗ്ഗി ചാടിയിട്ടില്ല. അത് വരുന്നു മോനെ ഓൾറെഡി കിടന്നടിക്കുന്നു. ഡ്രോപ്പ് ഷോട്ട് അടിക്കുന്നത്. ബിഗ്ഗിക്ക് ഒരു ബുള്ളറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ബിഗ്ഗി സോണിൽ ഇടുന്നൊരു കാഴ്ച. മൈറ്റ് പോളിന് അവിടെ പണിയിട്ടുണ്ട്. മൈറ്റ് പോൾ വണ്ടി അടിച്ച് ഓടിക്കുന്നു. വണ്ടി പക്ഷേ ഡാർവിനെ പിള്ളേരും അവിടെ നിന്ന് ലോങ് റേഞ്ച് അടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ നാരായണ അടിക്കുന്നു. മാഡ് ബോയ് നല്ല ലീഡ് പണിയുണ്ട്. പക്ഷേ സേറ്റർ പിള്ളേർ അവിടെ ബിഗ്ഗി വീഴോ ഇല്ലെന്ന് കണ്ടറിയാം. ഇവിടെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. മോനെ സേറ്റ കിട്ടുന്ന മൈറ്റ് കിട്ടുന്ന നല്ല രീതിയിൽ മൈറ്റ് പോൾ അവിടെ കട്ടയ്ക്ക് റബ്ബർ കിട്ടും. പക്ഷേ ഇവിടെ മോനെ ബിഗ്ഗി ജസ്റ്റ് മിസ്സാണ്. ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിങ്ങൾ നമ്മുടെ ബിഗ്ഗും പിള്ളേർ. പക്ഷേ റീപ്പർ എന്തായാലും അവിടെ മൈറ്റിൻ്റെ പിള്ളേർ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് 2 പേരും കൂടി അവരിനി കണ്ട് ഓക്കെ അടുത്തടി ഇന്ദ്രജിത്തിന് അടിച്ചിട്ടു. അതേ നമ്മുടെ ഡാർവിൻ നൈസായിട്ട് ഇന്ദ്രജിത്തിന് അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നോക്കാം കില്ല് തീർന്നിട്ട് നോക്കായിരുന്നു. മോനെ അടുത്തിറങ്ങി ബിഗ്ഗി കിട്ടി അടിക്കുന്നത്. ബിഗ്ഗി ഈബിൻ പക്ഷേ അവിടെ മൈൻ്റെ ട്രൈസിനും പണി കിട്ടി. നൈസ് വണ്ടി അവിടെ പൊട്ടിയതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മൈറ്റിൻ്റെ പോളിന് എന്ത് ചെയ്യും? പോൾ ഓടുമ്പോൾ അത് സ്മോക്കുകൾ വാരി എറിയുന്നുണ്ട്. അവിടെ കിട്ട കവറായിട്ട് വേറെ പ്രശ്നമില്ല. പക്ഷേ ബിഗ്ഗി അടിക്കേണ്ടി നോക്കിയാൽ മതി. അത് മാഡ് ബോയ് അവിടെ പിള്ളേർ നോക്കി പിള്ളേർ ലോങ് റേഞ്ചിൽ നിന്ന് അടിക്കാൻ നോക്കും. അത് മൊത്തം സ്മോക്കിനോട് കയറിപ്പോയി. മാഡ് ബോയും പിള്ളേർ മോനെ അടുത്തടിന്ന് വെറുതെ സ്മോക്കിലേക്ക് വെറുതെ ബുള്ളറ്റ് കളയുന്നുണ്ട്. പക്ഷേ അവിടെ പിള്ളേർ കട്ടയ്ക്ക് കവറാണ്. ബിഗ്ഗി ഇവിടെ ഉണ്ട്. ബിഗ്ഗി കിട്ടടിക്കുന്നു. ബിഗ്ഗി ഓടി പോകുമ്പോൾ പിള്ളേർ അടിക്കുമോ? ബിഗ്ഗിക്ക് ഇവിടെ നനങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിള്ളേർ കട്ടയ്ക്ക് വളഞ്ഞിട്ട് അടിക്കുന്ന ഒരു കാഴ്ച. അത് മാഡ് ബോയ് പിള്ളേർ നല്ല രീതിയിൽ അടിക്കുന്നു. നല്ല രീതിയിൽ ടാങ്ക് കൊടുക്കുന്നത്. അതാ ചന്നമ്പിനടി ബുള്ളറ്റ് വെറുതെ കുറേ 5.5 തിരിച്ചിടുന്ന മോനെ ബിഗ്ഗി കിട്ടടിക്കുന്നു. ബിഗ്ഗി ബുള്ളറ്റ് തീർക്കാനുള്ള ശ്രമം. മൈറ്റ് ട്രൈസ് നമ്മുടെ ബിഗ്ഗി ഈബി അടിക്കുന്നു. മോനെ പൊളി. സോ ഗൈസ് അങ്ങനെ മൈറ്റ് ട്രൈസും കൂടി അടിക്കുന്നു. ബിഗ്ഗി അവിടെ ഒറ്റയ്ക്കായിരിക്കുന്നു. അത് 2 പേരുടെ കട്ടയ്ക്ക് 3 പേരുടെ വെയിറ്റ് ചെയ്യുമ്പോൾ ബിഗ്ഗിനെ ആരുടെയും ബിഗ്ഗിയുടെ സോളോ വേഴ്സസ് സ്ക്വാഡ് ക്ലച്ച് കാണാൻ പറ്റുമോ? സ്ക്വാഡല്ല ട്രൈ ആണ്. പക്ഷേ ബാക്കിൽ മോനെ ഡാർവിൻ വരുന്നത്. ഡാർവിനെ കാണും. മോനെ ഡാർവിൻ വീഴുന്നു. ഡാർവിന് നല്ല ലീറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് തിരിച്ച് മോനെ ഒരു ബുള്ളറ്റ് ഷോട്ടാണ് നമുക്കിനി ഡാർവിൻ്റെ എന്ന് പറഞ്ഞാൽ ഡാർവിൻ പക്ഷേ ഒന്നും ചെയ്യുന്നില്ല. അതേ ഡാർവിൻ ബിഗ് ഈബി വീഴുന്നു. ബിഗ് ഈബിക്കിട്ട് നല്ല ലീഡ്. ബിഗ് ഈബി കിടന്നെടുക്കുന്നു. പിന്നെയും അടിക്കുന്നു. ബിഗ് ഈബി ഓപ്പണായി ഇറങ്ങി അടിച്ചപ്പോൾ നമ്മുടെ റീപ്പർ അങ്ങനെ തീർത്ത് വിടുന്നൊരു കാഴ്ചയാണ്. ഈബിയുടെ പിള്ളേഴ്സാണ് ഇന്നത്തെ ഡിന്നർ അടിച്ചിരിക്കുന്നത്. ഫസ്റ്റും സെക്കൻഡ് മീബിയിലാണ്. ഡാർവിനും പിള്ളേരും ഫസ്റ്റ് അടിച്ചപ്പോൾ ഡിന്നർ അടിച്ചപ്പോൾ തൊട്ട് താഴെ നമ്മുടെ 5, 4, 9, 2, 10 മുകളിലൊരു 6 ഉണ്ടായിരുന്നു. ഓക്കെ 6, 4, 10, 17 കില്ലും പോയി നമ്മുടെ ബിഗ്ഗിയും പിള്ളേർ സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. തേർഡ് നമ്മുടെ മൈറ്റിന് പിള്ളേർ. തൊട്ട് താഴെ സീറ്റ് ഉണ്ട്. SX ഉണ്ട്. നമ്മുടെ ഏജൻറ്റ് സോളയും പിള്ളേരുണ്ട്. ഫ്രെഡി ഉണ്ട്. അതെ മാൻ്റെ പിള്ളേരുണ്ട്. ഇൻവിക്ടീസ് ഉണ്ട്. S4 ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാൻ ജോക്കറും ടീമും കിട്ടുന്നുണ്ട്. KMCയുടെ പിള്ളേരുണ്ട്. പൊട്ടാറ്റും ടീമുണ്ട്. നമ്മുടെ T2ഡിയുടെ പിള്ളേരുണ്ട്. TXനും പിള്ളേർ ഡെക്സ്റ്റർ സ്പാർക്കും ഉണ്ട്. അതുപോലെ മോഡക്സിന് പിള്ളേരുണ്ട്. നമ്മുടെ റേത്തിൻ്റെ പിള്ളേരുണ്ട്. ടാറിൻ്റെ പിള്ളേരുണ്ട്. പാർക്കറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീര് പിള്ളേരും ബീസിൻ്റെ പിള്ളേരുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതാറുണ്ട് സിനിസ്റ്റർ അവിയൽ സ്ക്വാഡുണ്ട്. അവിയൽ സ്ക്വാഡ് ആളുകളാണ് 21, 20, LNXൻ്റെ ക്ലൗൺ ഓപ്പി ഒറ്റയ്ക്ക് പോയി കളിച്ചു. അതിന് ADL മാക്കാനും പിള്ളേരും പോയി 23 അടിച്ചിട്ടുണ്ട്. സോ ഗൈസ് ഇന്നത്തെ സ്ട്രീമിംഗ് ഇവിടെ നിർത്തുകയാണ്. നമുക്കിനി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.